കാലത്ത് വലിയ സ്നേഹത്തിലായിരുന്നു. ആരെങ്കിലും പറഞ്ഞോ എന്റെ സുഹൃത്തിന് പേടിക്ക് ഞാൻ കിടക്കാം ഖബറിലെന്നില്ല. ദുനിയാ സെ സാഹിബേ മാൽ ഗയേ न दौलत गई साथ न अतफाल गए पहुंच जाके लहद तक पिराए सब लोग हम राह कर गए तो अमाल गए हम राह कर गए तो अमाल गए हम राह कर गए तो अमाल गए. എല്ലാരും പോവുക ഏതുവരെ? ഭർത്താവ് പോകും ഖബർ വരെ, മകൻ പോകും ഖബർ വരെ, വാപ്പ പോകും ഖബർ വരെ. പിന്നെ എല്ലാവരും തിരിച്ചു പോരും. ആരാരുടെ കൂടെ കിടക്കാൻ ആരെങ്കിലും ഉണ്ടോ? അയാൾ ചെയ്ത അമലുകൾ മാത്രമേ അയാളുടെ കൂടെ ഉണ്ടാവൂ. മഹാനായ അല്ലാമായ ഖബാൽ തന്റെ വരികളിലൂടെ പറഞ്ഞു തന്നത് ഹബീബായി നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ വ്യാഖ്യാനമാണ്. അങ്ങനെ ഖബറിലേക്ക് അങ്ങ് താഴ്ത്തി വെക്കുകയാണ്. ഖബറത അയാളോട് സംസാരിക്കുന്ന ഞാൻ ഇരുട്ടിന്റെ വീടാണ്, ഏകാന്തതയുടെ വീടാണ്. അല ബൈതുദ്ദീദാൻ, പുഴുക്കളുടെ വീടാണ് ഞാൻ, പുഴുക്കളുടെ വീടാണ്. അല ബൈതുസ്വദാൻ, ഞാൻ സർപ്പങ്ങളുടെ വീടാണ്. ഖബർ വിളിച്ചു പറയുന്നു. ഖബറിലേക്ക് അമീതങ്ങ് താഴ്ത്തി വെച്ചിരിക്കുകയാണ്. അപ്പോഴേക്കതാ മൂടുകല്ലെടുത്തു വെക്കുന്നു. മൂടുകല്ലെടുത്തു വെച്ചിട്ടോ ചെറിയ ചെറിയ ദ്വാരം പോലും നിങ്ങൾ കണ്ടില്ലേ? മണ്ണ് കുഴച്ച് ഇല വെച്ച് മണ്ണ് കുഴച്ച് വെച്ചടക്കുകയാണ്. നിങ്ങളുടെയും രംഗം ആലോചിക്കണം. ഒരാൾ വന്ന് നമ്മളെ കുറിച്ച് ആലോചിക്കാനുണ്ടാവുകയില്ല. എല്ലാവരും പറയും വേഗം നോക്ക്, വേഗം നോക്കന്തേ? വേഗം മയ്യത്തിനെ അടക്കം ചെയ്ത് തിരിച്ചു വരാനുള്ള താല്പര്യമാണ്. ഖബറിന്റെ ചെറിയ ദ്വാരങ്ങൾ പോലും ഇലവച്ചടച്ച് മണ്ണ് കുഴച്ചതിലേക്ക് ആ ദ്വാരങ്ങളെ പൂർണ്ണമായി ഭദ്രമാക്കിയിരിക്കുകയാണ്. അപ്പോഴാ ചുറ്റുഭാഗത്തും ഇരിക്കുന്ന ആളുകളതാ 3 പിടി മണ്ണ് വാരി എടുക്കുകയാണ്. എന്നിട്ട് ആ മയ്യത്തിന്റെ മേലെ വാപ്പയുടെ നെഞ്ചത്തേക്ക് മകൻ, ഉമ്മയുടെ നെഞ്ചത്തേക്ക് പൊന്നമോ, മക്കളുടെ നെഞ്ചത്തേക്ക് പിതാക്കന്മാർ, സുഹൃത്തുക്കളുടെ നെഞ്ചത്തേക്ക് സുഹൃത്തുക്കൾ വലിച്ചെറിയുകയാണ്. മിൻഹാ ഖലഖനാകും, ഈ മണ്ണിൽ നിന്ന് നിങ്ങളെ നമ്മൾ സൃഷ്ടിച്ചത്, വഫീഹാ നുഈദുകും, ഈ മണ്ണിലേക്ക് തന്നെ നിങ്ങളെ നമ്മൾ മടക്കും, വമിൻഹാ നുഖ്രിജുകും താറതൻ നുഖറാ, ഈ മണ്ണിൽ നിന്ന് തന്നെ ഒന്നുകൂടെ നിങ്ങളെ നമ്മൾ മടക്കി സൃഷ്ടിക്കുന്നതാണ്. ഈ പദം ഉച്ചരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ ഉച്ചരിച്ചുകൊണ്ടതാ മണ്ണ് വലിച്ചുവാരി എറിയുകയായി. നിങ്ങൾക്കറിയാമോ? അപ്പ ഖബറിന്റെ അടിയിൽ നടക്കുന്ന ഒരു രംഗമുണ്ട്. ഹബീബായി നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരികയാണ്, ചുറ്റുഭാഗത്തും ഇരിക്കുന്ന ആളുകളെ ഖബറിലേക്ക് മണ്ണെടുത്തിടുമ്പോൾ അവിടെ നടക്കുന്ന രംഗമെന്താ? ഖബറിനുള്ളിലേക്ക് കടന്ന മനുഷ്യന്റെ ആദ്യത്തെ രംഗമെന്താ? പുണ്യ നബി പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖബറിന്റെ ഇരുഭാഗങ്ങളിൽ നിന്നും അതാ ഖബറിന്റെ ഭാഗങ്ങൾ ചെന്ന് ഈ മനുഷ്യ ശരീരത്തോട് ചേരുമത്രേ. പുണ്യ നബി പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ യൻജു മിൻഹു സാലിഹുൻ വലാ സാലിഹ്, മോശപ്പെട്ട മനുഷ്യനോ നല്ല മനുഷ്യനോ എന്ന് വ്യത്യാസമില്ല, എല്ലാ ആളുകളെയും ഖബർ വന്ന് കൂട്ടിയെടുക്കുമെന്ന് ഹബീബായി നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഖബറിന്റെ ഒന്നാമത്തെ രംഗമതാണ്. ഖബറിനുള്ളിൽ നടക്കുന്ന ഒന്നാമത്തെ രംഗമതാണ്. അതാ ഖബറിന്റെ 2 ഭാഗങ്ങളും വന്ന് ചേരുകയാണ്. ആരോട്? എല്ലാ മനുഷ്യരോടും. പുണ്യ നബി പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മോശപ്പെട്ട ആളാണ്, വളരെ ഗംഭീരമാണത്രേ ഖബറിന്റെ ആ പിടുത്തം. 2 ഭാഗങ്ങളും വന്നങ്ങ് ചേരുമ്പോൾ ശരീരത്തിന്റെ വാരിയെല്ലുകൾ പോലും കോർക്കിണക്കപ്പെട്ടു പോകുമത്രേ. ഇയാൾ അട്ടഹസിക്കുമത്രേ. അട്ടഹാസം കേൾക്കാൻ മനുഷ്യരും ജിന്നുമല്ലാത്ത എല്ലാ ആളുകൾക്കും കഴിയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. അതല്ലേ നിങ്ങൾ കണ്ടിട്ടില്ലേ? ചില ആളുകൾ ഖബർസ്ഥാന്റെ അടുത്ത് മൃഗങ്ങളെ കൊണ്ടുപോയി കെട്ടാറുണ്ട്. പശുവിനെ കൊണ്ടുപോയി കെട്ടിയാൽ, ആടിനെ കൊണ്ടുപോയി കെട്ടി ഞങ്ങൾ കണ്ടിട്ടുണ്ടോ? ചില മൃഗങ്ങൾ ചാടിക്കളിക്കുന്നത്
ഖബറിന്റെ അകത്തളത്തിൽ കിടക്കുന്ന ചില രംഗങ്ങൾ കണ്ട് ശ്രവിച്ചുകൊണ്ട് ഭയവിക്വലരാവുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, പേടില്ലാത്തതാർക്കാ? മനുഷ്യനെ പേടില്ലാത്തതുള്ളൂ. ഓൻ കള്ളു കുടിക്കാണെങ്കിലും പോയിട്ട് കള്ളു കുടിക്ക ഖബറിന്റെ മേലെ ഇരുന്നിട്ടാ. ഖബറിന്റെ മേലെ ഇരുന്ന് നമ്മുടെ ഈ സ്ഥലത്ത് നിന്ന് ഒരു 5 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ എത്തുന്ന ഒരു സ്ഥലം. 5 കൊല്ലം മുമ്പ് ആ നാട്ടിൽ വയലിന് പോയപ്പോഴാണ് ആ നാട്ടിലെ ഒരാളെന്നോട് ആ നാടിലെ ഖബർസ്ഥാന്റെ അനുഭവം പറഞ്ഞത്. വാപ്പയുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ പോയി നോക്കുമ്പോ പിതാവിന്റെ ഖബറിന്റെ മേലെ ഉണ്ടത്രേ മദ്യത്തിന്റെ കുപ്പികൾ. ഇപ്പൊ കള്ളു കുടിക്കാൻ ഖബർസ്ഥാനിൽ പോയതാ, ആരും അങ്ങോട്ട് വരൂല എന്ന് കരുതിയിട്ട്. ആലോചിച്ചു നോക്ക്, നമ്മുടെ മുമ്പിൽ വരാനുള്ള രംഗമാണ്. ഒന്നാമത്തെ രംഗം എന്താ? ഖബറിന്റെ 2 ഭാഗവും വന്നങ്ങ് ചേരും. മോശപ്പെട്ട ആളാണോ ദേശത്തോടു കൂടെയാകും അത്രേ ആലിംഗനം. മുഅ്മിനായ മനുഷ്യനാണോ സ്നേഹത്തോടെയാകും ആലിംഗനം. അല്ലേ? ആലിംഗനം രണ്ടാലും വേദന ഉണ്ടാവൂലേ? രണ്ടാലും വേദന ഉണ്ടാവും. ചില ആൾക്കാരെ കണ്ടില്ലേ, സ്നേഹത്തോടെ ആലിംഗനം ചെയ്യുമ്പോൾ പിടിച്ചിട്ട് ആലിംഗനം ചെയ്യുമ്പോ ആലിംഗനം ചെയ്യപ്പെടുന്ന ആൾക്ക് വേദന തോന്നിപ്പോകാറുണ്ട്. എന്നാൽ ചമ്മാടിയായ മനുഷ്യനാണെങ്കിലോ അത് ഗംഭീരമായിരിക്കും ആ പിടുത്തത്തിന്റെ രംഗമത്രേ. ഇതാണ് ഖബറിനുള്ളിലേക്ക് കടന്നാൽ ഒന്നാമത്തെ രംഗം ഇതാണ്. എന്റെ പ്രിയമുള്ളവരെ, ആ രംഗം എങ്ങനെ തരണം ചെയ്യും? കഥ പറയുകയില്ല നമ്മൾ, കളി പറയുകയില്ല നമ്മൾ. ഹബീബായ റസൂലുള്ളാഹി പ്രവാചകന്മാർക്കല്ലാത്ത ഒരാൾക്കും കടന്നു ചെന്ന് സംസാരിക്കാൻ കഴിയാത്ത ലോകത്തെക്കുറിച്ച് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ തന്റെ പ്രിയപ്പെട്ട മകൾ സൈനബ് റളിയല്ലാഹു അൻഹ വഫാത്തായല്ലോ. ആരാ സൈനബ് റളിയല്ലാഹു അൻഹ? റസൂലുള്ളാഹിന്റെ മൂത്ത മോളാൻ. തങ്ങളെ കേട്ടോളൂ, റസൂലുള്ളാഹിന്റെ മൂത്ത മോളാണ് സൈനബ് റളിയല്ലാഹു അൻഹ. കാനത്ത് ഇംറാഅത്തൻ മുസ്തഖാമ. സൈനബ് റളിയല്ലാഹു അൻഹ രോഗബാധിതയാകുന്ന പെണ്ണായിരുന്നു. ഇടക്കിടക്ക് രോഗം വരുന്ന പെണ്ണായിരുന്നു. സൈനബ് റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത് എപ്പോഴാ? ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴാണ് സൈനബ് റളിയല്ലാഹു അൻഹ വഫാത്തായി. മദീന മുനവ്വറയിലെ ജന്നത്തുൽ ബഖീലാണല്ലോ സൈനബ് റളിയല്ലാഹു അൻഹ അന്ത്യവിശ്രമം കൊള്ളുന്നത്. റസൂലുള്ളാഹിന്റെ പെണ്ണക്കളെല്ലാം അവിടെയാണല്ലോ. സൈനബ് റളിയല്ലാഹു അൻഹയെ ഖബറടക്കം ചെയ്യാനായി കൊണ്ടുപോയി. ആര് കൂടെയുണ്ട്? സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബിയും കൂടെയുണ്ട്. സൈനബ് റളിയല്ലാഹു അൻഹയെ ഖബറിലേക്ക് അങ്ങ് താഴ്ത്തി വെച്ചു, മൂടുകല്ലെടുത്ത് വെച്ചു. എന്നിട്ടതാ ഖബറടക്കം കഴിഞ്ഞു. അല്ലാഹുവിന്റെ ഹബീബ് പിരിഞ്ഞു പോരേണ്ട സമയമായി. പക്ഷേ മഹാനായ റസൂലുള്ളാഹി അവിടെ തന്നെ നിൽക്കുകയാണ്. ആലോചിക്കണ്ട പ്രിയമുള്ളവരെ, ഞാൻ വെറുതെ പറയുകയല്ല, ഞാൻ തമാശ പറയുകയില്ല. നമ്മളൊക്കെ നേരിടാനുള്ള രംഗമാണ്. പുണ്യനബി അവിടെ തന്നെ നിൽക്കുകയാണ്. ഏറെ നേരം റസൂലുള്ളാഹി അവിടെ നിന്നു. സ്വഹാബികൾ ശ്രദ്ധിക്കുകയാ. റസൂലുള്ളാഹിന്റെ നിറമതാ മാറുകയാണ്. മുഖത്തതാ വല്ലാത്ത ഭാവമാറ്റം വരികയാണ്. മുഖമതാ മഞ്ഞ നിറത്തിലാവുകയാണ്. പിന്നീടതാ ചുവക്കുകയാണ്. മുഖത്ത് വല്ലാത്ത ഭാവമാറ്റം. സ്വഹാബികൾ ഇത് കാണുന്നുണ്ട്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറെ നേരം അവിടെ നിന്നുകൊണ്ട് ദുആ ചെയ്തു. അല്ലാഹുവേ, എന്റെ മകളെ മിൻ അദാബിൽ ഖബർ നജ്ജിഹാ മിൻ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്ന് നീ കാക്കണേ. ഏറെ നേരം റസൂലുള്ളാഹി ദുആ ചെയ്തു. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പിരിഞ്ഞു പോരുകയാണ്. പിരിഞ്ഞു പോരുമ്പോൾ സഹാബികൾ ചോദിച്ചു, നബിയേ, അങ്ങന്റെ അസാധാരണമായി ഏറെ നേരം സൈനബ് റളിയല്ലാഹു അൻഹയുടെ ഖബറിന്റെ അടുത്ത് നിന്നത്. യാ റസൂലല്ലാഹ്, അങ്ങവിടെ നിൽക്കുമ്പോൾ അങ്ങയുടെ മുഖം ഇങ്ങനെ വിവരണമാകുന്നത് ഞങ്ങൾ കണ്ടല്ലോ നബിയേ. ഏറെ ദുഃഖിതനായ അങ്ങയെ കണ്ടല്ലോ യാ റസൂലല്ലാഹ്. എന്റെ കാരണമെന്ന് ചോദിച്ചപ്പോൾ മഹാനായ റസൂലുള്ളാഹി പറഞ്ഞത് എന്താണെന്നറിയാമോ? സ്വഹാബാ, എന്റെ മകളെ ഖബറിലേക്ക് ഞാൻ ഇറക്കി വെച്ചു. ചിന്തിക്കണം എന്റെ പ്രിയമുള്ളവരെ, ആരാ ഇറക്കി വെക്കുന്നത്? ആരാ മയ്യിത്തിന്റെ കൂടെയുള്ളത്? അൻതല്ലദീ മിൻ നൂരികൽ ബദറു തസാ വശംസു മുശ്രിഖത്തുൻ ബിനൂരി ബഹാകാ. ഈ പ്രപഞ്ചത്തിന്റെ വെളിച്ചത്തിന്റെ കാരണമായ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മയ്യിത്തിന്റെ കൂടെയുള്ളത്. പുണ്യ നബി പറയുകയാണ്, മയ്യിത്ത് ഖബറിലേക്ക് അങ്ങ് താഴ്ത്തി വെച്ചു. സഹാബാ, ഖബറടക്കം അങ്ങ് കഴിഞ്ഞപ്പോൾ ഖബറിന്റെ രണ്ട് ഭാഗങ്ങളും ഖബറിന്റെ ഇരു സൈഡുകളും എന്റെ മകളുടെ ശരീരത്തോട് വന്ന് ചേരുന്നത് ഞാൻ കണ്ടു. സ്വഹാബാ, അത് കണ്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് എന്റെ മോൾക്ക് വേണ്ടി ദുആ ചെയ്തതാണ്. നജ്ജിഹാ മിൻ അദാബിൽ ഖബർ, നജ്ജിഹാ മിൻ ലഗ്തത്തിൽ ഖബർ. അല്ലാഹുവേ, ഖബറിന്റെ കൂട്ടിയിരുക്കലിൽ നിന്ന് എന്റെ മോളെ നീ രക്ഷപ്പെടുത്തണമെന്ന് ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയായിരുന്നുവെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. ഞാൻ ചോദിക്കട്ടെ, ഒന്നാമത്തെ രംഗം ഇതാ സഹിക്കാൻ കഴിയോ? എന്റെ പെങ്ങളെ ആലോചിച്ചു നോക്കും. ഞാൻ നിങ്ങളൊരു പക്ഷെ അടുത്ത ആഴ്ചയാകുമ്പോഴേക്ക് അനുഭവിക്കേണ്ട രംഗമായി പറയുന്നത്. അല്ലാഹുവേ, കാത്തുരക്ഷിക്കണേ റബ്ബേ, പൊറുത്തു തരണേ അല്ലാഹ്. ഇതാണ് ഒന്നാമത്തെ രംഗം. അതാണ് ലഗ്തത്തുൽ ഖബർ. ഭൂമിയിലേക്ക് മനുഷ്യൻ ജനിച്ചു വീണ ഒന്നാമത്തെ രംഗം എന്താ? ഭൂമിയിലേക്ക് മനുഷ്യൻ ജനിച്ചു വീണാൽ മനുഷ്യൻ വേദനിക്കുന്ന ഒന്നാമത്തെ രംഗം അവന്റെ പൊക്കിൽ കൊടി മുറിക്കുന്ന രംഗമാണ്. വലത്തെ ചെവിയിലും ഇടത്തെ ചെവിയിലൊക്കെ ബാങ്ക് കൊടുക്കും. നിങ്ങളാലോചിച്ചു, അവന്റെ പൊക്കൽ കൊടി മുറിക്കുന്ന ഒരു രംഗമുണ്ട്. പൊക്കിൽ കൊടി മുറിച്ചു കളയുകയാണ്. ഉമ്മയുടെ ശരീരവുമായി ബന്ധപ്പെട്ടിരുന്ന ഭാഗം മുറിച്ചു കളയുകയാണ്. അതല്ലേ ഒന്നാമത്തെ രംഗം. ഭൂമിയിലേക്ക് മനുഷ്യൻ കടന്നു വന്നാൽ എന്നാ ഖബറിലേക്ക് ഒരാൾ കൊണ്ടുപോയി വെച്ചാലുള്ള ആദ്യത്തെ രംഗം ഖബറിന്റെ ഇരു സൈഡുകളും വന്ന് ചേരലാണ്. ജനിച്ചാലുള്ള പിന്നത്തെ രംഗം എന്താ? ഈ കുട്ടിയെ കുളിപ്പിക്കുകയാണ്, ഒഴിഞ്ഞ് ശരിപ്പെടുത്തുകയാണ്. അല്ലേ? ഇതൊക്കെ അതിന്റെ ചെറിയൊരു രംഗം പെടണ്ടേ? നിഷേധിക്കണ്ടടാ, നിഷേധിക്കണ്ടടാ, മറന്നു പോകണ്ടടേ, മറന്നു പോകണ്ട. ഇന്ന ഇലൈനാ ഇയാബഹും തുമ്മ ഇന്ന അലൈനാ ഹിസാബഹും. ഒരിന്ദ്രിയത്തുള്ളിയുടെ ഒരംശത്തിൽ നിന്നെ സൃഷ്ടിച്ച റബ്ബാ പറഞ്ഞത് ഇന്ന ഇലൈനാ ഇയാബഹും. നീ ആരായിരുന്നുവെന്നറിയുമോ? അലം യകുന തുഫതൻ മിൻ മനിയുംനാ. ത്രസിച്ചു പോകുന്ന ഇന്ദ്രിയത്തുള്ളിയിലൊരു ബീജമായിരുന്നു നീ. നിന്നെയാണ് അല്ലാഹു ഇങ്ങനെ വളർത്തിക്കൊണ്ടുവന്നത്. പിന്നെ ആ റബ്ബിലേക്ക് നിന്നെ മടക്കുമെന്ന് പറയുമ്പോൾ നീ അത് തമാശയാക്കുകയാ, കളിയാക്കുകയാ, പരിഗണിക്കാതിരിക്കുകയാ, മറന്നു പോവുകയാ. മറക്കണ്ടടാ, മറക്കണ്ടടേ. ഭൂമിയിലെ നിന്നെ ഒഴിഞ്ഞ് ശരിപ്പെടുത്തിയതാണെങ്കിൽ, നിന്റെ നാടി ഞരമ്പുകളെ, നിന്റെ കെണിപ്പുകളെ ഒഴിഞ്ഞ് ശരിപ്പെടുത്തിയതാണെങ്കിൽ, നിന്റെ ചെവി ഒഴിഞ്ഞ് ശരിപ്പെടുത്തിയതാണെങ്കിൽ, നിന്റെ മൂക്ക് ഒഴിഞ്ഞ് ശൈപ്പാക്കിയതാണെങ്കിൽ, ഖബറിലേക്ക് നിന്നെ കൊണ്ടുപോയി വെച്ചാൽ ആദ്യത്തരംഗം നിന്റെ വാരിയല്ലുകളെ പോലും കോർത്തിണക്കപ്പെടുന്ന രീതിയിൽ ഖബറിന്റെ കൂട്ടിയിറക്കലാണ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. രണ്ടാമത്തെ രംഗമെന്താ? ഖബറിനുള്ളിൽ നടക്കുന്നത് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. കഥയല്ലേ, ഞാനും നിങ്ങളും അനുഭവിക്കാനിരിക്കുന്ന രംഗമാണ്. പുണ്യ നബി പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോഴേക്കതാ അയൽവാസികളായ ഖബറാളികൾ വിളിക്കുകയാണ്. അയൽവാസികളായ ഖബറാളികൾ വിളിച്ചിട്ട് പറയേ, സഹോദരാ, തൊട്ടടുത്ത ഖബറാളിന്റെ കഴിഞ്ഞ ആഴ്ച അവനെ തോളിലേന്തി മയ്യിത്തായി ചുമന്നുകൊണ്ട്, അവനെ മയ്യിത്തായപ്പോ ചുമന്നുകൊണ്ട് വന്നത് ഇവനാണ്. ആരുടെ ഖബറിന്റെ അടുത്ത് അയാൾ പോയി കിടക്കരുത്. അപ്പൊ അവൻ വിളിക്കാണ്, അതാ സഹോദരാ, കഴിഞ്ഞ ആഴ്ചയല്ലേടാ നീ എന്നെ ഇവിടെ കൊണ്ടുപോയി വെച്ച് പോയത്, നിനക്കെന്തേ നീയും ഇങ്ങനെ വന്ന് കിടക്കാനുള്ള ആളാണെന്ന് ഓർമ്മയില്ലാതെ പോയത്? ചുറ്റുഭാഗത്തുമുള്ള അയൽവാസികൾ അവനെ വിളിച്ചു ചോദിക്കുകയായി. ടെൻഷനുമേൽ ടെൻഷനായി. അല്ലേ? ഒരാളാകെ പ്രയാസപ്പെട്ടിരിക്കുമ്പോ വേറൊരാൾ വന്ന് കുറ്റപ്പെടുത്തിയാലോ? ടെൻഷനുമേൽ ടെൻഷനായി. അതാണ് രണ്ടാമത്തെ രംഗം. മൂന്നാമത്തെ രംഗമോ? സമയം കുറവായതുകൊണ്ട് വേഗം പറഞ്ഞു പോയിക്കോട്ടെ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയാ, കബറടക്കം ചെയ്യുന്ന ആളുകൾ, ആ കബറടക്കമെല്ലാം കഴിഞ്ഞു, കഴിഞ്ഞു, അതാ അവരങ്ങ് പിരിഞ്ഞു പോവുകയാണ്. അങ്ങനെ അവരതാ 3 അടിയങ്ങ് വെച്ചാൽ, 3 അടിയാൻ, ഒരു വാര അകലത്തേക്ക് പോകണ്ട,
മൂന്നടിയങ്ങ് വച്ചാൽ അതാഹു മലക്കാനി അലൈമാനി ഹൈലാനിൽ മുസമ്മയാനി ബിമുൻകറിൻ വനകീർ. അയാളുടെ അടുക്കലേക്ക് അതാ രണ്ട് മലക്കുകൾ കടന്നു വരും. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ അവരുടെ പേര് മുൻകർ നകീർ അലൈഹിമസ്സലാം എന്നാണ്. ആ രണ്ട് മലക്കുകൾ ദാ ഖബറിലേക്ക് കടന്നു വരുന്നു. മുഅ്മിനായ മനുഷ്യനാണോ ഇയാൾ? ഏറ്റവും നല്ല രൂപത്തിലായിരിക്കും ആ മലക്കുകൾ കടന്നു വരുന്നത്. തമ്മാടിയാണോ ഇയാൾ? മലക്കുകളുടെ രംഗം വളരെ ഭീകരമായിരിക്കുമത്രേ. മുടി നിലത്ത് വരെ തട്ടാൻ മാത്രമുണ്ട്. കണ്ണുകളിൽ നിന്ന് തീജ്വാല പാറുന്നുണ്ട്. പല്ല് മുന്നോട്ട് തുറിച്ചു നിൽക്കുകയാണ്. കറുത്തിരുണ്ട രൂപത്തിലാണ്. കാണുമ്പോ തന്നെ ബേജാറാവുകയാണ്. ആർത്ത് കരയുകയാണ്. ആർത്ത് കരയുന്നു. ആര് കേൾക്കാൻ? ഭാര്യ കേൾക്കാനില്ല, ഭർത്താവ് കേൾക്കാനില്ല, വാപ്പ കേൾക്കാനില്ല, സുഹൃത്തുക്കൾ കേൾക്കാനില്ല, നാട്ടുകാരറിയാനില്ല. വാപ്പൊളിച്ച് കരയുകയാണവൻ. ആർത്ത് കരയുകയാണ്. ആര് കേൾക്കാൻ? അപ്പോഴാ മലക്കുകൾ കയറി വരുന്നു. കയറി വരുന്നിട്ട് ഇയാളെ വന്ന് പിടിച്ചിരുത്തുമത്രേ. പിരിച്ചിരുത്തിയിട്ടതാ ഇയാളെ വിചാരണ നടത്തുകയാണ്. ജനങ്ങൾക്ക് അവരുടെ വിചാരണ അടുത്തിരിക്കുകയാണ്. അവരാ വിഷയത്തിൽ അശ്രദ്ധരാണെന്ന് ഏതാണ് ആ വിചാരണ? ഒന്നാമത്തെ വിചാരണ ഖബറിലെ വിചാരണ. ഇവനതാ മറ്റന്നാൾ മംഗലമാണ്. മറ്റന്നാൾ ഇവന്റെ മംഗലത്തിന് ചമയിച്ചൊരുക്കാനുള്ള ബൊക്ക ഏൽപ്പിക്കാൻ, പുഷ്പങ്ങൾ ഏൽപ്പിക്കാൻ, പൂമാല ഏൽപ്പിക്കാൻ പോവുകയാണ്. ഇവൻ അറിയില്ല മറ്റന്നാൾ തന്റെ കഴുത്തിൽ പൂവിന്റെ മാറിയിടുന്നതിന് മുമ്പ് തലേ ദിവസം തന്റെ ശരീരത്തിൽ കഫം തുണി ഇടാൻ പോകുന്നുവെന്നവൻ മനസ്സിലാകുന്നില്ല. വല്ലാത്ത വാക്കുകളാണ് കവിയുടെ വാക്കുകൾ. ആലോചിക്കണം എന്റെ പ്രിയമുള്ളവരെ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയാൻ അധിക ആളുകളും അത് ചിന്തിക്കുന്നേയില്ല. അവരുടെ വിചാരണ അടുത്തിരിക്കുകയാണ്. ഇവനാണെങ്കിലോ അവന് ഭൂമിയിൽ ജീവിക്കാനുള്ള വീടുണ്ടാക്കാനുള്ള തിരക്കിലാണ്. അതിന്റെ മുൻപാകവൻ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തൂണ് ഡിസൈൻ ചെയ്യുകയാണ്. തൂണ് ഡിസൈൻ ചെയ്യാൻ ആളെ തെരഞ്ഞു പോയിരിക്കുകയാണ്. എന്നാൽ 18-ാം തീയതി വീട്ടിൽ കൂടെ നിശ്ചയിച്ചിരിക്കുന്ന ചെറുപ്പക്കാരനറിയില്ല 12-ാം തീയതി മയ്യിത്തായി ഖബറിലേക്ക് പോകാനിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, മട്ടന്നൂരുമായി ബന്ധമുള്ള ആളുകളാണല്ലോ ഇവിടെ ഉള്ള അധികാരികളും. നിങ്ങൾക്കിടയിൽ ഒരു സഹോദരനെ നിങ്ങൾ മറന്നുപോയോ? മാധ്യമം പത്രത്തിൽ പ്രവർത്തിച്ചിരുന്ന, മാധ്യമം പത്രത്തിൽ ജോലി ചെയ്തിരുന്ന അബ്ദുൽ നാസർ എന്ന് പറയുന്ന സഹോദരനെ മറന്നുപോയോ? കഴിഞ്ഞ സ്വലാത്തിലാണ്, കഴിഞ്ഞ ഞായറാഴ്ച മട്ടന്നൂരിലെ സ്വലാത്തിൽ ആ സഹോദരന് വേണ്ടി ദുആ ചെയ്യാനായി കുടുംബം കൊടുത്തയച്ച സദഖ ഞാൻ ഓർക്കുകയാണ്. മറന്നുപോയോ എന്റെ പ്രിയമുള്ളവരെ? പലരുടെയും ഇഷ്ടമുള്ള സുഹൃത്തായിരുന്നില്ലേ അബ്ദുൽ നാസർ എന്ന് പറയുന്ന സഹോദരൻ? എപ്പോഴാണ് മരിച്ചത്? തന്റെ വീട്ടിനായി മണൽ കൊണ്ടുവരാൻ പോയ ആളാണ്. വീട് തേപ്പിക്കാൻ, പണിയെടുക്കാൻ മണൽ കൊണ്ടുവരാൻ പോയ ആളാണ്. വീട്ടിൽ കൂടിയിട്ടില്ല. രാവിലെ വണ്ടിയെടുത്ത് മണൽ കൊണ്ടുവരാൻ ലോറി ഏൽപ്പിച്ച് പോകുമ്പോ അവനറിയില്ല ഇതേ ലോറി, ഈ ലോറി തന്നെ ഇടിച്ചു മരിപ്പിക്കാനുള്ള ലോറിയെയാണ് വാടക വിളിച്ച് ഞാൻ കൊണ്ടുപോകുന്നത് അവനറിയുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ കൂട്ടത്തിൽ ആർക്കാണ് അല്ലാഹു അങ്ങനെ വിധി രേഖപ്പെടുത്തിയത്? പടച്ച റബ്ബേ, അല്ലാഹു എങ്ങനെ വിധിയുള്ള വല്ലവരും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അല്ലാഹ് നീ ആ വിധി എടുത്തു മാറ്റണയല്ല. നല്ല മരണം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണയല്ല. അപകട മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണയല്ല. ആ സഹോദരന് നീ പുറത്തു കൊടുക്കണയല്ല. വീട് തേപ്പിച്ചു കൂടാൻ മണൽ വാരാൻ പോയ ആളാണ്. മയ്യിത്തായിട്ട് രാവിലെ ബൈക്കിൽ പോയാൽ വൈകുന്നേരം പിറ്റേ ദിവസം ഉച്ചയോടുകൂടെ മയ്യിത്ത് കട്ടിൽ കയറിയിട്ട് ആ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശുദ്ധ ഖുർആൻ പറയാ. ഈ കാര്യം അധികം മനുഷ്യന്മാരും ചിന്തിക്കുന്നേയില്ല. പണ്ടത്തെ ആലിമീങ്ങൾക്കൊക്കെ അറിയോ, അവർ മൂത്രമൊഴിച്ചാൽ വെള്ളം കിട്ടിയില്ല, തൊട്ടപ്പുറത്ത് വെള്ളമുണ്ട്, ഇവിടെ നിന്ന് എഴുന്നേറ്റ് അവിടെ ചെന്നാൽ വെള്ളം ഉപയോഗിച്ച് വൃത്തിയാക്കാം. എന്നാൽ പോലും മൂത്രമൊഴിച്ചു കഴിഞ്ഞ ഉടനെ കല്ലെടുത്ത് വൃത്തിയാക്കിയിട്ടേ അവർ എഴുന്നേറ്റ് പോകൂ. എന്തുകൊണ്ട്? ഇവിടെ നിന്ന് എഴുന്നേറ്റ വെള്ളത്തിനടുത്തെത്തുന്നതിന് മുമ്പ് ഞാൻ മരിച്ചുപോയെങ്കിലോ? ഇതാലോചിച്ചവരാ നമ്മുടെ മുൻഗാമികൾ.
ഖുർആൻ പറയുകയാണ്, ജനങ്ങളിൽ അധിക ആളുകൾക്കും ആ വിചാരമേ ഇല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ശരിയല്ലേ? ഏതാണ് ആ രംഗം? വിചാരണയുടെ രംഗമാണ്. മലക്ക് പിടിച്ചിരുത്തിയിട്ട് ഏതാനും ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. മർ റബ്ബുക, ആരടാ നിന്റെ റബ്ബ്? അല്ലാഹുവിനെ ഓർത്ത് ജീവിച്ചവനെ മറുപടി പറയാനും കഴിയും. റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹുവാൻ. റബ്ബിനെ ധിക്കരിച്ചവന് മറുപടി പറയാനും കഴിയില്ല. വമൻ നബിയുക, ആരടാ നിന്റെ നബി? റസൂലുള്ളാഹിനെ അനുസരിച്ചവനാണെങ്കിലേ മറുപടി പറയാനും കഴിയും. എന്റെ ഹബീബാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് റസൂലുള്ളാഹിനെ അവഗണിച്ചവനാണോ? ജീവിതത്തിൽ പുണ്യനബിയെ പരിഗണിക്കാത്തവനാണോ? അവന് മറുപടി പറയാനും കഴിയില്ല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഓരോ ചോദ്യത്തിന്റെയും അന്തർഭാഗത്തേക്ക് ഞാൻ കടന്നു വരുന്നില്ല, സമയമില്ലാത്തത് കൊണ്ട് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി. പിന്നെയും ഒരുപാട് ചോദ്യങ്ങൾ. വമൻ ഇമാമുക, നിന്റെ ഇമാം ആരടാ? ആരെയാണടാ നീ മുമ്പിൽ നിർത്തിയത്? നിന്റെ ഇമാമാരാ? മുഅ്മിനായ മനുഷ്യനെ പറയാനും കഴിയോ? എന്റെ ഇമാമുൽ ഖുർആനു ഇമാമി, എന്റെ ഇമാമു ഖുർആനാ. പരിശുദ്ധമായ ഖുർആനുമായി ബന്ധമില്ലാത്ത, ഖുർആൻ ഒരു തവണ പോലും ഓതാത്ത, പരിശുദ്ധ ഖുർആൻ എടുത്തു നോക്കാത്ത, ഖുർആനുമായി ലെവലേശം ബന്ധം സ്ഥാപിക്കാത്ത ആൾക്ക് പറയാൻ കഴിയില്ല ഖുർആനാണ് എന്റെ ഇമാമെന്ന്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, ഖബറിലെ ഒരു ചോദ്യം അതാണ്. ഖബറിലെ ചോദ്യം, നീ മഴവിൽ മനോരമ കാണാറുണ്ടായിരുന്നോ എന്ന് ചോദിക്കില്ല, കണ്ടിരുന്നോ എന്ന് ചോദിക്കും. നീ മുടങ്ങിപ്പോയോ എന്ന് ചോദിക്കൂല, കണ്ടിരുന്നോ എന്ന് ചോദിക്കും. പരിശുദ്ധ ഖുർആൻ ഇമാമാണെന്ന് പറയാൻ കഴിയണോ? ഖുർആനുമായി ബന്ധം സ്ഥാപിക്കാൻ കഴിയണം. വമാ ഖിബ്ലതുക, നിന്റെ ഖിബ്ല ഏതാണ്? 5 വക്തും കൃത്യമായി നിസ്കരിച്ചവനെ പറയാൻ കഴിയൂ. അൽ കഅബതു ഖിബ്ലതി, കഅബയാണ് എന്റെ ഖിബ്ല. അല്ലാഹു നിസ്കാരം നിലനിർത്തുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. സൗകര്യം ഉണ്ടാവുമ്പോൾ നിസ്കരിക്കാന്നല്ല, അങ്ങനെ ചില ആളുകളൊക്കെ മനസ്സിലാക്കി. നമ്മളല്ലോ സൗകര്യം ഉണ്ടാവുമ്പോൾ നിസ്കരിക്കാം. മംഗലത്തിനൊക്കെ പോയാൽ ളുഹുർ ഖളാ, അസർ ഖളാ, മഗ്രിബ് ഖളാ. എന്റെ പെങ്ങളെ, നീ ചിന്തിച്ചിട്ടുണ്ടോ? നീ ആ രാത്രിയാണ് മരിക്കണതെങ്കിൽ 3 വക്തും ഖളാ ആയിട്ടാണ് നീ നിന്റെ റബ്ബിനെ കണ്ടുമുട്ടുന്നത്. നിങ്ങൾ ആലോചിക്കും, മംഗല വീട്ടിലൊക്കെ പോയാൽ നമ്മൾ പറയില്ലേ, ഈ വെള്ളത്തിൽ മധുരം കുറച്ച് കുറവുണ്ട്, മധുരം ഇടണം. ആരെങ്കിലും പറയാറുണ്ടോ? എന്തേ ഈ വരുന്ന ആൾക്കാർക്കൊക്കെ നിസ്കരിക്കാനുള്ള സൗകര്യം ചെയ്യണം? ഒരു മനുഷ്യനും പറയാറില്ല. അവിടെ വന്ന ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ നിങ്ങളൊക്കെ നിസ്കരിച്ചോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? ഞാൻ ഓർത്തു പോകുന്നത് CH ഹൈദറോസ് മുസ്ലിയാരെയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ വൈസ് പ്രസിഡന്റായിരുന്ന CH ഹൈദറോസ് മുസ്ലിയാർ. കുപ്പായൊന്നും അങ്ങനെ ഇസ്തിരിയൊന്നും, കാരണം എന്താ, തുണിയൊക്കെ അങ്ങനെ ഞുളിഞ്ഞ് മുട്ടിനോട് എത്തിയിട്ടുണ്ടാവും. ഞങ്ങൾ കുട്ടികൾ പിടിച്ചു വെച്ച് ഇസ്തിരി ഇട്ട് കൊടുക്കലാണ്. ജീവിതത്തിൽ ആ മനുഷ്യൻ തന്റെ കൈകൊണ്ടൊരു ഡ്രസ്സ് ഇസ്തിരിച്ചിട്ടുണ്ടാവുകയില്ല. സർവസമയത്തും റബ്ബിലാണ് ചിന്ത. കേൾക്കണോ നിങ്ങൾക്ക്? സമസ്തയുടെ ആലിമീങ്ങളാരാ? മെനിഞ്ഞാന്ന് മഹാനായ ഉമർ ഉസ്താദും മാണിയൂർ ഉസ്താദും ഓർമ്മപ്പെടുത്തിയില്ലേ? ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിരുന്നവരാരാ? മഹാനായ CH ഹൈദറോസ് ഉസ്താദ്. തന്റെ പ്രിയപ്പെട്ട മകളുടെ വിവാഹം നടക്കുകയാണ്. മംഗലം വിളിക്കാൻ പോയത് എങ്ങനെയെന്ന് അറിയങ്ങളെ? മംഗലം വിളിക്കാൻ പോയപ്പോ ഓരോ വീട്ടിലും ചെന്നിട്ട് പറയാൻ, എന്റെ മോളെ കല്യാണം. വീട്ടിലെ പെണ്ണുങ്ങളോട്, കുടുംബത്തിലെ പെണ്ണുങ്ങളോട് പറയാ, പർദ്ദ ടൗറത്തൊക്കെ മറക്കാൻ വരുമെങ്കിൽ വന്നാ മതി കല്യാണത്തിന്. അങ്ങനെ വരാൻ പറ്റുമെങ്കിൽ വന്നാ മതി. നിങ്ങൾ ആലോചിച്ചു നോക്ക്, നമ്മളെ നാട്ടിലാണ് കുഴപ്പം തീരോ? ഇന്ന് മഗ്രിബ് നിസ്കരിച്ചിട്ടാ ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞത്, മംഗലത്തിന് സ്വർണ്ണം എടുക്കാൻ പോണ വിവരം പറയാത്തോണ്ട് ഒരു കുടുംബം തമ്മിൽ തെറ്റിപ്പിരിഞ്ഞിരിക്കുകയാണ്. അവൻ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് എന്റെ വീടൊന്ന് വിറ്റ് കിട്ടാൻ ദ്വാരക്കണേ. ഞാൻ പറഞ്ഞു, നല്ലൊരു വീടുണ്ടാക്കിയിട്ട് നീ അത് വിൽക്കുകയോ? നിങ്ങളത് വിൽക്കരുത്. ഞാൻ പറഞ്ഞു, വീട് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, വീട് നിങ്ങൾ വിൽക്കരുത്. വീടിനി ഒന്നുകൂടെ എടുക്കുക എന്നതേറെ പ്രയാസമാണ്. എന്നോട് പറഞ്ഞു, മനസ്സമാധാനമില്ല, പറയാൻ മടിച്ചു എന്നോട് ആദ്യം. ഞാൻ ചോദിച്ചു, എന്നോട് പറഞ്ഞു, കല്യാണത്തിൽ സ്വർണമെടുക്കാൻ പോകുന്ന വിവരം പറയാത്തത് കൊണ്ട് കുടുംബക്കാർ പിണങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്കിടയിൽ ജീവിക്കാൻ കഴിയുന്നില്ല, ടെൻഷനായിട്ട് വീട് മാറുകയാണ്. നിങ്ങൾ ആലോചിക്കണേ,
ഇവിടെയാ സയ്യിദ് മുസ്ലിയാർ വീടുകളിൽ കുടുംബക്കാരെ വീട്ടിലൊക്കെ മംഗലം ചെന്ന് പറയുമ്പോ പറഞ്ഞത് ഔറത്ത് മറച്ചിട്ട് വരാൻ പറ്റുമെങ്കിൽ വന്നാ മതി. കല്യാണത്തിന് ആളുകൾ വന്നപ്പോഴാ കേൾക്കണോ, നിങ്ങൾക്ക് പന്തലിൽ ഇരിക്കാൻ സൗകര്യം ചെയ്തിട്ടുണ്ട്. അവിടെ പന്തലിന്റെ ഒരു ഭാഗത്ത് സ്ത്രീകൾക്ക് നിസ്കാര കുപ്പായങ്ങളിട്ട് നിസ്കരിക്കാൻ സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. എന്റെയും നിങ്ങളുടെയും മംഗലത്തില് പാട്ടുപാടാൻ, ഡാൻസ് ചെയ്യാൻ, കോൽക്കളി നടത്താൻ, ചെണ്ടകൊട്ടാൻ ഒക്കെ സ്റ്റേജ് നമ്മൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നിസ്കരിക്കാൻ ഒരു റൂമിൽ നിസ്കാര കുപ്പായിട്ട് മാറ്റിവെച്ചിട്ടുണ്ടോ? വരുന്ന ആളുകളോട് മുഴുവൻ നിങ്ങൾ നിസ്കരിച്ചോ എന്ന് ചോദിക്കാറുണ്ടോ? ഖബറിലൊരു ചോദ്യാപങ്ങളെ വമാ ഖബറത്തുക, ഖബറിൽ ചോദിക്കൂല ഇജെന്തേ കുഞ്ഞലാന്റെ ഓളെ കല്യാണത്തിന് സ്വർണ്ണം എടുക്കാൻ പോകാഞ്ഞെന്ന് ചോദിക്കൂല. നിന്നോട് ചോദിക്കില്ല എന്റെ പെങ്ങളെ എന്തേ മംഗലത്തിനായെടുത്ത വസ്ത്രത്തിന്റെ കളർ മാറിപ്പോയത് എന്ന് നിന്നോട് ചോദിക്കില്ല. നീ എന്തേ പെണ്ണിനെ കൂട്ടാൻ പോകാതിരുന്നത് എന്ന് നിന്നോട് ചോദിക്കില്ല. നിന്നോട് ചോദിക്കുന്നടി നീ നിസ്സാരം കളഞ്ഞതെന്തേ? ഖിബലതുക, നിന്റെ ഖിബല ഏതാ? ഖബറിലെ ചോദ്യമാ. പറയുന്നത് 5 നേരം നിസ്കാരം കൃത്യമായി നിർവഹിച്ച ആൾ പറയും അൽ കഅബതു ഖിബലതി, കഅബയാണ് എന്റെ ഖിബല. അങ്ങനെ ഒരുപാട് ചോദ്യം. വമൻ ഇഖ്വാനുക്, കേട്ടോളൂ ചെറുപ്പക്കാരെ സഹോദരിമാരെ, വമൻ ഇഖ്വാനുക്, ഭൂമിയിലെ നിന്റെ ഫ്രണ്ട് ആരായിരുന്നു? ഖബറിലൊരു ചോദ്യം, ഭൂമിയിലെ നിന്റെ ഫ്രണ്ട് ആരായിരുന്നു? ഭൂമിയിലെ നിന്റെ ഫ്രണ്ട് ആരായിരുന്നു? +2 പഠിക്കുന്ന പെങ്ങളെ, ഡിഗ്രിക്ക് പഠിക്കുന്ന പെങ്ങളെ, നിന്നോട് നിന്റെ റബ്ബിന്റെ മലക്കുകളുടെ ചോദ്യമാ. ഭൂമിയിലെ നിന്റെ ഫ്രണ്ട് ആരായിരുന്നടി? നിന്റെ ബോയ് ഫ്രണ്ട് ആരായിരുന്നു എന്ന ഖബറിലൊരു ചോദ്യമുണ്ട്. നിന്റെ ഭൂമിയിലെ സുഹൃത്തുക്കളാരായിരുന്നവെന്ന്, നിന്റെ ഭൂമിയിലെ സുഹൃത്തുക്കളാരായിരുന്നവെന്ന് മുഅ്മിനീങ്ങൾ മറുപടി പറയുകയാണ്. അൽ മുഅ്മിനൂന ഇഖ്വാനി, പടച്ച റബ്ബേ നിന്നെ ഭയപ്പെട്ട് ജീവിച്ച സ്വാലിഹീങ്ങളായ ആളുകളായിരുന്നു റബ്ബേ ഭൂമിയിലെ എന്റെ സ്നേഹിതന്മാർ. ഞാൻ സ്നേഹിച്ചതാരെയാ? ഇമാമുന ശാഫിഈയാണ്, ഇമാം അബൂ ഹനീഫയാണ് റളിയല്ലാഹു അൻഹു, മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെയാണ് ഞാൻ സ്നേഹിച്ചത്. സ്വഹാബുൽ ബദറിനെയാണ്. ആരാ പറയുന്നത്? ഭൂമിയിൽ നമ്മൾ ആരെയാണ് സ്നേഹിച്ചത്? ചോദ്യാണ് ഖബറിലെ. ആരാ നിന്റെ സുഹൃത്തുക്കൾ? അല്ലാഹുവേ, അസ്ഹാബുൽ ബദറാൻ, ഉഹദിൽ പങ്കെടുത്ത സഹാബികളാൻ, അല്ലാഹുവിന്റെ ഹബീബേ, അല്ലാഹുവിന്റെ ഹബീബാൻ. അതേപോലെ മഹാനായ റിഫായി ശൈഖാൻ. ഭൂമിയിലെ തന്റെ സുഹൃത്തുക്കളെ കുറിച്ച് അവൻ വിളിച്ചു പറയുകയാണ്. അടുത്ത ചോദ്യമടാ, വമൻ അഖവാതുക. ആലോചിച്ചോക്ക്, തമ്മാടിയാണെങ്കിലോ ഓൻ പറയാ ഭൂമിയിലെ മഹാമുറുകുടിയനായിരുന്നു എന്റെ സുഹൃത്ത് അല്ലേ? നിങ്ങൾ ചിന്തിക്കണം കേട്ടോ. സൗഹൃദം പങ്കിടുമ്പോ വളരെ ഗൗരവത്തോടെയാവണം ശ്രദ്ധിക്കേണ്ടത്. സൗഹൃദം പങ്കിടുമ്പോ ആരോടാ? നബിയല്ലേ പറഞ്ഞത്, നീ ആരോടാ കൂട്ടുകൂടുന്നത് നല്ല പോലെ ചിന്തിച്ചേ കൂട്ടുകൂടാവുമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. ഖബറിലൊരു ചോദ്യം, കണ്ടോന്റെ കൂടെ പോകാൻ പറ്റില്ല. ചിലവര് പറയാറില്ല ഞാൻ അവന്റെ കൂടെ സുഹൃത്താന്ന് മാത്രമേ ഉള്ളൂ, അവന്റെ ദുശ്ശീലൊന്നും ഇല്ല. ചോദ്യമുണ്ട് ഖബറിൽ, ആരായിരുന്നു നിന്റെ സുഹൃത്ത്? പിന്നെയോ നിന്റെ കൂട്ടുകാരികളാരാ? മുഅ്മിനായ മനുഷ്യനാ പറയുന്നത്. എന്റെ കൂട്ടുകാരി നഫീസത്തുൽ മിസ്രിയയാണ്. ബിസ്മിയും ഹംദും സ്വലാത്തും നൽസലാമും ബില്ലിനെ ഫീസത്തുമാല ഞാൻ തുടങ്ങിയിടുന്നേ. നഫീസത്തുൽ മിസ്രിയാണ് ഇയാളുടെ ചങ്ങാതിച്ച്. എല്ലാ ദിവസവും ആ മഹദിയുടെ മദ്ഹ് പറയാറുണ്ടായിരുന്നു. മുഅ്മിനായ മനുഷ്യൻ പറയുകയാണ്, റാബിയത്തുൽ അദവിയ്യ നഫീസത്തുൽ മിസ്രിയ, റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട ഭാര്യമാര്, ഉമ്മഹാത്തുൽ മുഅ്മിനീന, അവർക്ക് ഞാൻ എല്ലാ ദിവസവും ഫാത്തിഹ ഓതി ഹദീസ് ചെയ്യാറുണ്ടായിരുന്നു. അവരോട് എനിക്ക് വല്ലാത്ത സ്നേഹമായിരുന്നു. ആൾക്കാരൊക്കെ പറയാ ഫാത്തിഹ ഓതി അത് ചെയ്ത ശിർക്കാണ്. എന്താ? ആ ഓലോടുള്ള ആരാധനയാണ്. സ്നേഹം കൊണ്ടാണ് ഹദിയ ചെയ്യുന്ന ആളായിരുന്നു.
ഭൂമിയിലെ നിന്റെ സുഹൃത്തുക്കൾ ചങ്ങാതിച്ചുകൾ ആരായിരുന്നുവെന്ന് ഖബറിലെ ചോദ്യമാണ്. ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അതാ വിചാരണ നടക്കുകയാണ്. ആദ്യമായി വിചാരണ നടക്കുന്ന വിഷയമേത്? അനിസ്വലാ, നിസ്കാരത്തെക്കുറിച്ചാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. നിസ്കാരത്തെക്കുറിച്ച് ആദ്യം ചോദിക്കുക. പുണ്യനബി പറഞ്ഞു, മലക്കുകളോട് അല്ലാഹു പറയുമത്രേ, നിസ്കാരത്തിന്റെ ഭാഗം ഒന്ന് ശ്രദ്ധിക്കൂ. നിസ്കാരത്തിന്റെ ഭാഗം ക്ലിയറാണോ? ബാക്കിയുള്ളതങ്ങനെ കണിശമായി പരിശോധിക്കേണ്ടതില്ല. നിസ്കാരം ക്ലിയറല്ലേ? ബാക്കിയുള്ള ഭാഗമൊക്കെ കണിശമായി പരിശോധിക്കുന്നത്. കണിശമായി പരിശോധിക്കും. ഞാൻ മെരുവമ്പായി മഹല്ലുകാരെ പ്രത്യേകം പ്രശംസിക്കാൻ ഈ സമയം ഞാൻ ഉദ്ദേശിക്കുകയാണ്. നിർമ്മലഗിരി കോളേജിനടുത്ത് നമ്മുടെ മക്കൾക്ക് നിസ്കരിക്കാനൊക്കെ ബോധമുള്ള മക്കൾക്ക് വന്ന് നിസ്കരിക്കാനൊരു സൗകര്യം നിങ്ങൾ ചെയ്തു കൊടുത്തു എന്നത് ഏറെ എടുത്തു പറയേണ്ടതാണ്. റബ്ബ് വിഷയത്തിലേക്ക് സഹായിച്ചവരെയൊക്കെ റബ്ബ് സഹായിക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾ പെൺകുട്ടികൾക്ക് നിസ്കരിക്കാറുണ്ടോ നമ്മൾ ആലോചിക്കണം. എത്രയോ മക്കനയിട്ട് തട്ടമിട്ട കുട്ടികൾ ബസ് ഇറങ്ങും കയറുകയും ചെയ്യും നമ്മൾ കാണാറില്ലേ? നമ്മുടെ മക്കള് കൂട്ടത്തിയുണ്ടോ? ളുഹർ നിസ്കരിക്കാറുണ്ടോ? ഡിഗ്രിക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടിയോ? ചോദ്യമില്ല. കേൾക്കന്റെ പെങ്ങളെ, ഡിഗ്രിക്ക് ഡിസ്റ്റിങ്ഷൻ വാങ്ങിയോ? ചോദ്യമില്ല. ഡിഗ്രിക്ക് 60% മാർക്ക് വാങ്ങി ഫസ്റ്റ് ക്ലാസ് കിട്ടിയോ? ചോദ്യമില്ല. നീ നിസ്കരിച്ചിരുന്നോ എന്ന് പടച്ചുറപ്പ് ഖബറിൽ വെച്ച് നിന്നോട് ചോദിക്കും. നിസ്കാരത്തിന്റെ ഏട് റെഡിയാണ്. ബാക്കിയുള്ളതൊന്നും കണിശമായി പരിശോധിക്കണ്ട. മലക്കുകളെ ഒന്ന് നോക്കിപ്പോയാൽ മതി. അതാണ് മൂന്നാമത്തെ രംഗം. എന്റെ സഹോദരങ്ങളെ, ഞാൻ ഏറെ പറയുന്നില്ല, സമയമില്ലല്ലോ. ഒരുപാട് കാര്യങ്ങൾ പറയാൻ ബാക്കിയിരിക്കുകയാണ്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. നാലാമത്തെ രംഗമേതാ? അങ്ങനേതാ മലക്കുകളുടെ വിചാരണ നടക്കുന്നു. എത്ര ദിവസം വിചാരണ? എത്ര ദിവസങ്ങള്? ചില ആളുകൾക്ക് ഒരു സെക്കൻഡ്, ചില ആളുകൾക്ക് ഒരു മണിക്കൂർ, ചില ആളുകൾക്ക് ഒരു ദിവസം, ചില ആളുകൾക്ക് 7 ദിവസം, ചില ആളുകൾക്ക് 40 ദിവസം. 40 ദിവസത്തെ വിചാരണയൊക്കെ ഏറെ നീണ്ടു നിൽക്കുന്ന വിചാരണയല്ലേ? ഭൂമിയിലെ കേസിന് തന്നെ ഒരു 10 വട്ടം നടക്കുമ്പോഴേക്ക് ചൂടായിട്ട് അവസാനം ജഡ്ജിനോട് പറയാ, ജഡ്ജി നടക്കാനാവൂല സർ, അങ്ങ് എന്ത് വിധിച്ചാലും ജയിലെങ്കിൽ ജയിലൊന്ന് വിധിച്ചു കിട്ടിയാൽ മതിയായിരുന്നു, ഈ ടെൻഷന് കഴിയില്ല എന്ന് മനുഷ്യൻ പറഞ്ഞു പോകാറുണ്ട്. 40 ദിവസത്തെ വിചാരണയെ കുറിച്ച് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഓരോ ആളുകൾക്കും അവരവർക്ക് അനുസൃതമായിട്ട് ആ വിചാരണയുടെ ദിവസം അല്ലാഹു വിചാരണ എളുപ്പമാക്കി തരട്ടെ. നാലാമത്തെ രംഗമെന്തോ? മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മലക്കുകളുടെ ചോദ്യത്തിന് മുഴുവൻ ഉത്തരം നൽകിയാൽ ആ ഉത്തരം നൽകപ്പെടുന്ന ആളോട് നൽകുന്ന ആളോട് പറയും, അൻ സ്വദഖ അബ്ദീ, എന്റെ അടിമ പറഞ്ഞത് സത്യമാണ്, ഫഫ്റുശൂഹു മിനൽ ജന്ന, അതുകൊണ്ട് എന്റെ അടിമക്ക് സ്വർഗത്തിൽ ഉടയാടകൾ കൊടുക്കണം. വഫ്തഹൂ ലഹു ബാബൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക് ഒരു കവാടം തുറന്നു കൊടുക്കുകയും ചെയ്യണം. ആ സമയത്തതാ മനുഷ്യൻ, മരിച്ചു കിടക്കുന്ന മനുഷ്യൻ, അയാളുടെ കാലിന്റെ ഭാഗത്തുള്ള ചുമരിലതാ സ്വർഗത്തിലേക്ക് കവാടം തുറക്കപ്പെടുന്നു. ഇത് പണ്ടൊക്കെ മനുഷ്യന്മാര് പറയുമ്പോ ചോദിക്കുന്നു, ഖബറിൽ സ്വർഗത്തിന്റെ കവാടം തുറക്കുകയാണ്. ഇന്ന് ഇന്ത്യങ്ങളി മൊബൈലിലാണ് ലോകത്തെ പല വിജ്ഞാനത്തിലേക്കുമുള്ള വിൻഡോ ഘടിപ്പിച്ചിരിക്കുന്നത്. മൊബൈലിലൂടെ കടന്നുപോയാൽ, ഇന്റർനെറ്റിലൂടെ കടന്നുപോയാൽ, മൈക്രോസോഫ്റ്റ് അതേപോലെ വിൻഡോസിലൂടെ കടന്നുപോയാൽ നമ്മൾ എത്തുന്നത് എത്രയെത്ര ലോകങ്ങളിലേക്കാണ്. ഇവിടെ ഇരുന്നിട്ട് അമേരിക്കയിലെ ഒബാമയുടെ വൈറ്റ് ഹൗസിലെ സീറ്റ് കാണാൻ കഴിയും. നമുക്ക് സംവിധാനം നമ്മുടെ മുമ്പിലുണ്ട്. നിങ്ങൾ കണ്ടില്ലേ? വലിയ വലിയ സ്ക്രീനുകൾ, ചുമരിലേക്ക് വലിയ വലിയ സ്ക്രീനുകളിലൂടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്ന മനുഷ്യനാ ചോദിക്കുന്നത്, ഖബറിന്റെ ചുമരിലതാ സ്വർഗത്തിലേക്ക് കവാടം തുറക്കപ്പെടുകയോ? ആരാ പഠിപ്പിക്കുന്നത്? നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബറിലേക്ക് അതാ സ്വർഗത്തിലേക്ക് കവാടം തുറക്കപ്പെടും. പിന്നീട് ഈ മനുഷ്യൻ ഖബറിലെ ആ സ്വർഗത്തിലേക്ക് ഇങ്ങനെ നോക്കി കിടക്കുകയാണ്. കാലിന്റെ ഭാഗത്തുള്ള ആ ഭാഗത്ത് തുറക്കപ്പെടുന്ന സ്വർഗത്തിന്റെ കവാടത്തിലേക്ക് നോക്കിയിട്ട് അങ്ങനെ കിടക്കും. ഏതുവരെ? ഇലാ ഖിയാമിസ്സ. അതുകൊണ്ടാണല്ലോ ഖിയാമത്ത് നാളിൽ രണ്ടാമത്തെ ഊത്തുങ്ങോട്ട് ഊതിയിട്ട് ആള് ഖബറിന്ന് ഇങ്ങനെ എഴുന്നേറ്റ് വരുന്ന സമയത്ത് നല്ല മനുഷ്യന്മാരോട് ചോദിക്കും, ഹം ലഭിത്തും, നിങ്ങൾ എത്ര കാലമാണ് ഖബറിൽ കിടന്നത്?
അവര് പറയാ, ആയിരക്കണക്കിന് കൊല്ലം ഖബറിൽ കിടന്ന മനുഷ്യന്മാര് പറയാ, ലബിസ്നാ യൗമൻ ഔ ബഅദ യൗം, ഒരു ദിവസമോ അര ദിവസമേ ഞങ്ങൾ കടന്നുള്ളൂ. എന്താ കാരണം? ആ ജാതി രംഗായി ഇവരിങ്ങനെ കാണുന്നത്. ചില ആളുകൾ കണ്ടില്ല, നിങ്ങൾ നല്ല ഫുട്ബോൾ കളിയാണെങ്കിൽ കണ്ട് 2 മണിക്കൂർ കഴിഞ്ഞത് അറിഞ്ഞതേ ഇല്ല. നോക്കണ സമയത്താ ബസ്സിന്റെ സമയമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇയാള് ഇപ്പം ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തിക്കണ സമയത്ത് ഫുട്ബോൾ കണ്ടു നിന്നതാ. നിന്ന് ബസ്സിന്റെ സമയമൊക്കെ കഴിഞ്ഞു പോയി. ഇയാൾ അവസാനം 65 റുപ്യക്ക് ഓട്ടോ വിളിച്ചിട്ടാ വീട്ടിലേക്ക് പോയത്. 3 റുപ്യക്ക് എത്തേണ്ട സ്ഥലത്തേക്ക് 65 റുപ്യ ഓട്ടോ വിളിച്ചു പോയി. എന്തേ? ഇയാൾ ഈ കളി കണ്ട് കളിയിൽ ലയിച്ചു പോയതാ. സമയം കഴിഞ്ഞതറിഞ്ഞില്ല. വേറെ ചില ആൾക്കാരുണ്ടില്ലേ, ഫ്രണ്ടിൽ കയറി കളിക്കുന്ന ആളിങ്ങനെ കളിക്കുന്നതിനനുസരിച്ച് ഇയാളും ഇങ്ങനെ കളിക്കണ്ടാവും. ഇവിടെ കടന്നിട്ട് ഗാലറിയിൽ നിന്ന് ഫുട്ബോൾ കാണുന്ന ആൾ കളിക്കനുസരിച്ച് മുമ്പ് ഇങ്ങനെ കളിച്ച് അവസാനം സെന്റർ ഫോർവേഡ് കളിക്കുന്ന ആൾ ബോളുമായി പോസ്റ്റിലേക്ക് അടിക്കുന്ന സമയത്ത് ഇയാളും അതാ ഗാലറിയിൽ നിന്ന് അടിക്കുന്നു. പക്ഷെ ഇയാൾ അടിച്ചത് ബോളിനല്ല, മുമ്പിലിരിക്കൊണ്ട തലക്ക അയാളെ കാലുകൊണ്ട് അടിച്ചത്. മുമ്പിലിരിക്കുന്ന ആരുടെ തലക്ക. രണ്ടുപേരും മറിഞ്ഞു വീണ് പോയി. എന്തേ? ലയിച്ചു പോയതാണ്. അതേപോലെ ഖബറിൽ മുഅ്മിനായ മനുഷ്യനാണ് സ്വർഗത്തിന്റെ കവാടം അങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ കിടക്കാൻ, സ്വർഗത്തിന്റെ അനുഭൂതികൾ കണ്ട് കിടക്കുന്ന ഏതുവരെ? ഖിയാമത്ത് നാളിന്റെ 2ാമത്തെ വിളി വരെ. അതാണ് വാണിയൂർ ഉസ്താദ് മഞ്ഞാന്ന് പറഞ്ഞത്, ഈ ഉറൂസിന് ഉറൂസ് എന്ന് പറയാൻ കാരണം എന്താ അറിയോ? മുഅ്മിനായ മനുഷ്യൻ ഹിസാബൊക്കെ കഴിഞ്ഞാൽ അവനോട് മലക്കൾ പറയും, പുതിയാപ്പിള ഉറങ്ങുന്ന പോലെ ഉറങ്ങിക്കോ. പുതിയാപ്പിളിന്റെ ഉറക്കിനൊരു സുഖമുണ്ട്, അത് പുതിയാപ്പിള ആയാലേ തിരിയുള്ളൂ. പുതിയാപ്പിള ആകുന്ന പോലെ ആവണം. ഒരു ടെൻഷനും ഇല്ലാത്ത ടെൻഷൻ ഫ്രീ ഉറക്കാം. ടെൻഷൻ ഫ്രീ ഉറക്കാൻ നീ അങ്ങ് ഉറങ്ങിക്കോ. ഉറങ്ങുമ്പോഴല്ലേ നമ്മൾ പലതും കാണും. അതേപോലെ കണ്ണടച്ചിങ്ങനെ കിടക്കാൻ സ്വർഗത്തിന്റെ രംഗം അങ്ങനെ കണ്ടിട്ട്. എന്നാൽ തമ്മാടിയായ മനുഷ്യനാണ് 4ാമത്തെ രംഗം. എന്താ? അയാളുടെ ജീവിതത്തിൽ ഖബറിനുള്ളിൽ അയാളുടെ കാലിന്റെ ഭാഗത്തത് നരകത്തിലേക്ക് കവാടം തുറക്കപ്പെടുകയാണ്. പിന്നെ ആളാണ് ഖിയാമത്ത് നാൾ വരെ നരകത്തിന്റെ ഭീകരമായ രംഗം കണ്ട് കിടക്കുകയാണ്. ഭീകരമായ രംഗം കണ്ടിട്ട് ഇങ്ങനെ കിടക്കാം അല്ലേ? ഞാൻ ഓർക്കുന്നു, കുറച്ചു മുമ്പാണ്, ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുടുംബം എന്നോട് വന്നിട്ട് പറഞ്ഞത്, ഒരു കുട്ടി രാത്രി എപ്പോഴും പേടിച്ചു കരയുന്നത്. എന്നെ ഉറക്കത്തിൽ പേടിച്ചു പോയത്. ഉറക്കത്തിൽ ഈ കുട്ടിയെ 4-5 ആളുകൾ വന്ന് വലിയ ഇരുമ്പിന്റെ ദണ്ടുകൊണ്ട് അടിച്ചു വേദനിപ്പിക്കുന്നത് ഈ കുട്ടി കണ്ടിട്ട് ഉറക്കത്തിൽ നെറ്റി ഉണർന്നു, ആർത്ത് കരഞ്ഞു വിളിച്ചു. ഈ കുട്ടി. അതോടുകൂടെ മെന്റലായി പോയി. ഉറക്കത്തിൽ ഇരുമ്പിന്റെ ദണ്ടുകൊണ്ട് അടി കിട്ടിയപ്പോ മെന്റലായി. നിങ്ങൾ ആലോചിച്ച് നോക്കണേ, ഖബറിൽ നേരെ ആ ദണ്ടിന്റെ അടി കിട്ടുന്ന രംഗം. അല്ലാഹുവേ കാത്തുരക്ഷിക്കണേ റബ്ബേ. اللهم إنا نعوذ بك من عذاب القبر. ഖബർ ശിക്ഷയിൽ നിന്ന് എന്നോട് ഞങ്ങൾ കാവൽ ചോദിക്കുന്നു റബ്ബേ. ഞങ്ങൾ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. മാതാപിതാക്കളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. കുടുംബത്തെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ സ്നേഹിതന്മാരെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. കാലിന്റെ ഭാഗത്ത് നരകത്തിന്റെ കവാടം തുറക്കപ്പെടുകയായി. അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി. 5ാമത്തെ രംഗമെന്താ? ഖബറിനുള്ളിൽ കേൾക്കുമെന്ന് പ്രിയമുള്ളവരെ, ഇതാ ആളുകൾ അങ്ങനെ കിടക്കുന്ന സമയമാ. മുഅ്മിനായ മനുഷ്യനാണ്. അയാളുടെ ഖബറിലേക്ക് അതാ ഒരാൾ കയറി വരുന്നു. ഒരാളയാളുടെ ഖബറിലേക്ക് കയറി വരുന്നു. എന്നിട്ടതാ അയാളോട് മുഅ്മിനായ മനുഷ്യന്റെ ഖബറിലേക്ക് സുന്ദരമായ രൂപത്തിൽ വല്ലാത്ത സൗന്ദര്യമാണത്രേ. ഒരാളങ്ങ് കയറി വരുമ്പോ ഈ മനുഷ്യൻ ചോദിക്കുമത്രേ അയാളോട്, നിങ്ങളാരാ? നിങ്ങളെ കാണാൻ എന്തൊരു സൗന്ദര്യമുണ്ട്, നിങ്ങൾ എന്തിന് വന്നതാ? അയാൾ ജിജ്ഞാസയോടെ ചോദിക്കുകയാൻ. വല്ലാത്ത സുന്ദരമായ രൂപത്തിലാണ് അയാൾ കടന്നു വന്നത്. ആ സമയമേ കടന്നു വരുന്ന ആള് ചോദിക്കും, 5ാമത്തെ രംഗമതാണ്. അയാൾ ചോദിക്കുമത്രേ ഖബറാളിയോട് അയാളോട് ഖബറാളിയോട് ഈ കടന്നു വരുന്ന ആൾ ചോദിക്കുമത്രേ, നിങ്ങൾ എന്നെ അറിയില്ലേ? അമാ താരിഫുനി, എന്നെ അറിയില്ലേ? ഖബറാളി പറയും, അറിയില്ല, എന്നെ മറന്നുപോയോ? നിങ്ങൾ എനിക്കറിയില്ലല്ലോ. അപ്പോഴാ കടന്നു വന്ന സുന്ദരമായ രൂപത്തിലുള്ള ആ മനുഷ്യക്കോലത്തിലുള്ള ആൾ മുഅ്മിനായ മനുഷ്യനോട് പറയുമത്രേ, ഞാൻ നിങ്ങൾ നിസ്കരിച്ച സുബഹിയാ, തഹജ്ജുദാണ്, ളുഹയാ, നിങ്ങളോതിയ ഖുർആനാ, നിങ്ങൾ നിസ്കരിച്ച തറാവിയഹോ, നിങ്ങൾ നോറ്റ നോമ്പാ, നിങ്ങൾ ചെയ്ത ഹജ്ജ, നിങ്ങൾ ചെയ്ത സഹായങ്ങളാ, നിങ്ങൾ കൊടുത്ത സദഖകളാ,
നിങ്ങൾക്ക് ഈ ഖബറിൽ ഏകാന്തനായി കിടക്കുന്ന അങ്ങേക്ക് കൂട്ടുകിടക്കാനായി എന്നോട് വരാ എന്റെ റബ്ബ് പറഞ്ഞിട്ട് വന്നതാ. അങ്ങനെ അതാ മുഅ്മിനായ മനുഷ്യന്റെ ഖബറിൽ അയാൾ ചെയ്ത അമലുകൾ അയാൾക്ക് കൂട്ടുകിടക്കുമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. നമ്മളെ കാണാൻ പോകുന്ന രംഗം എന്നാൽ തമ്മാടിയായ മനുഷ്യനാണോ ഖബറിൽ കിടക്കുന്നത്, അയാളുടെ ഖബറിലേക്ക് കയറി വരുന്നത് മുഖം കറുത്തിരണ്ട, കണ്ണുകൾ ചുവന്ന, കണ്ടാൽ വിരൂപിയായി ആകെ പേടിപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഒരാൾ കയറി വരുമ്പോഴേക്ക് ഇയാൾ പറയുമത്രയടാ. ഞാനിത് പറയുമ്പോ ഓർത്തു പോകുന്നത് ഈ ഖബറിനെ ചൊല്ലി ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവരിൽ എത്ര പേരിങ്ങനെയുള്ളവരുണ്ടാകും റബ്ബേ, അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഈ ആളങ്ങ് കയറി വരുമ്പോഴേ ഖബറിലെ ആള് പറയുമടാ തമ്മാടി ഇങ്ങോട്ട് വരണ്ട, നീ ആരാ, നീ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്, എന്നെ ഭയപ്പെടുത്താൻ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്. അപ്പോഴാ കയറി വരുന്ന വിരൂപരൂപിയായ ആൾ, വിരൂപരൂപത്തിലുള്ളയാൾ ചോദിക്കുമത്രേ അമാതാരിഫുനീ, എന്നെ അറിയില്ലേ. അയാൾ പറയുകയാണ് അറിയില്ല. ആ സമയത്തതാ ഖബറാളിയോടാൾ പറയുന്നുവടാ നിന്നെ നീ എങ്ങനെ എന്നെ മറന്നുപോയി, നീ കുടിച്ച കള്ള, നീ പിടിച്ച പെണ്ണ, നീ ചെയ്ത വ്യഭിചാരണ, നീ ചെയ്ത സംസാരങ്ങള്, രാത്രി ആരും അറിയാതെ നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ വഞ്ചിച്ചുകൊണ്ട് നീ ചെയ്ത ഫോൺ കോളുകളാ, എടാ നീ ചെയ്ത തെറ്റുകളാ, നീ പറഞ്ഞ ഗീബത്ത, നീ പറഞ്ഞ നമീമത്ത. രാജനായ അല്ലാഹു എന്നോട് കൽപ്പിച്ചിരിക്കുകയാ തമ്മാടിയായി നിനക്ക് കൂട്ടുകിടക്കാൻ. അങ്ങനെ ഭീകരമായ രൂപത്തിലുള്ള രൂപമത് ഖിയാമത്ത് നാൾ വരെ അയാളുടെ ഖബറിൽ കൂട്ടുകിടക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇതാണ് അഞ്ചാമത്തെ രംഗം. പറയാൻ ഏറെയുണ്ട് എന്റെ പ്രിയമുള്ളവരെ. ആറാമത്തെ രംഗം എന്താണെന്നറിയാമോ? ഇതാ വിചാരണ കഴിഞ്ഞു, കൂട്ടുകാർ വന്ന് കിടക്കുകയായി, മയ്യിത്ത് ഖബറിൽ വെച്ചു. ഒന്നാമത്തെ ദിവസം കഴിഞ്ഞു, രണ്ടാമത്തെ ദിവസം കടന്നു വന്നു, രണ്ടാമത്തെ ദിവസവും കഴിഞ്ഞു, മൂന്നാമത്തെ ദിവസമാവുകയാണ്. കേട്ടോ തങ്ങളെ, കേട്ടോളൂ എന്റെ സഹോദര, മൂന്നാമത്തെ ദിവസത്തിന് നമ്മൾ പറയാനുള്ളതെന്താ? കണ്ണൂക്കെന്ന് പറയാറില്ലേ? മരിച്ചാളുകളുടെ വീട്ടിൽ മോമിന്റെ അന്ന് കണ്ണൂക്കെന്ന് പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് കൂടാറില്ലേ? അവർക്ക് വേണ്ടി യാസീനോദി ദുആ ചെയ്യാറില്ലേ? കണ്ണൂക്കെന്ന ആ ദിവസത്തിന് പറയാനുള്ള പേരെന്താ? കാരണം എന്താ? മൂന്നാമത്തെ ദിവസമാ. കണ്ണ് കണ്ടടത്തിൽ നിന്ന് കവളിലേക്ക് കൊഴിയുകയാൽ പെങ്ങളെ സുർമയിട്ട് സുന്ദരമാക്കാനുള്ള കണ്ണുകളില്ലേ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ? കണ്ണുശി എഴുതി ആരാന്റെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടാറില്ല. നിന്റെ മുഖമില്ലേ ചുവന്ന് തുടിച്ച നിന്റെ കവളില്ലേ? കണ്ണാടിയിലേക്കൊന്ന് നോക്ക്. ഒന്നുകിൽ ഇന്ന് നീ അങ്ങ് മരണപ്പെട്ടാൽ പെങ്ങളെ ഹറാമ് ചെയ്യാൻ, തമ്മാടിത്തരങ്ങളെ ചെയ്യാൻ നിനക്ക് പ്രേരണ വരുന്നുണ്ടോ? കണ്ണാടിയുടെ മുമ്പിലൊന്ന് പോയി നിന്നൊന്ന് നോക്ക്. നിന്റെ സുന്ദരമായ കണ്ണില്ലേ മരിച്ച് ഖബറിലേക്കൊന്ന് കൊണ്ടുപോയി വെച്ചാൽ മൂന്നാമത്തെ ദിവസമതാ കണ്ടടത്തിൽ നിന്നത് കൊഴിഞ്ഞിട്ട് കവൾ തടത്തിലേക്ക് വീഴുകയാണ്. അതുകൊണ്ടാ കണ്ണോക്കുന്ന മൂന്നാമത്തെ ദിവസത്തിന് പറയുന്നത്. അതങ്ങ് കഴിയുകയായി, കണ്ണ് കൊഴിഞ്ഞു വീഴുകയായി, വയറ് പൊട്ടുകയായി, അതാ ഖബറിൽ വല്ലാത്ത ദുർഗന്ധമാ. അഞ്ചാമത്തെ ദിവസമതാ ഖബറിലേക്ക് പുതിയ അതിഥികൾ കടന്നു വരികയാ. ദുർഗന്ധം വമിക്കുന്ന നിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ തിന്നാനായി അതാ പുഴുക്കള് കടന്നു വരികയാൽ അനബൈതുദ്ദീദ, പുഴുക്കളുടെ വീടാണ് ഞാനെന്ന ഖബർ വിളിച്ചു പറഞ്ഞില്ലേ ആദ്യ ദിവസം അങ്ങോട്ട് ചെന്നപ്പോൾ? അഞ്ചാമത്തെ ദിവസമതാ കവള് നിറയെ പുഴുക്കളാൻ, കണ്ണ് നിറയെ പുഴുക്കളാൻ,
കാത് നിറയെ പുഴുക്കളാൻ, കൈ നിറയെ പുഴുക്കളാൻ, കാല് നിറയെ പുഴുക്കളാൻ, നിന്റെ നെഞ്ചു നിറയെ പുഴുക്കളാണ്, നിന്റെ ശരീരം നിറയെ പുഴുക്കളാണ്, നീ ഹറാമ് സംസാരിച്ച നാവുകൾ നിറയെ പുഴുക്കളാണ്, നീ ഹറാമ് കണ്ട കണ്ണില്ലേ അത് തിന്നു തീർക്കാൻ പുഴുക്കൾ മത്സരിക്കുകയാണ്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഭൂമി ഓരോ ദിവസവും മനുഷ്യനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടത്രേ. നമുക്ക് കേൾക്കാൻ കഴിയാത്തോണ്ടല്ലേ. ഭൂമി ഓരോ ദിവസവും മനുഷ്യനോട് പറയാൻ നമ്മളോടൊക്കെ വിളിച്ചു പറയണ്ടേ, നമ്മൾ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴൊക്കെ. മനുഷ്യ ശ്രദ്ധിക്കടാ, ശ്രദ്ധിക്ക. എന്റെ മുകളിലൂടെ നടക്കണ മനുഷ്യ, നാളെ നീ എന്റെ അന്തർഭാഗത്ത് വന്ന് കിടക്കാനുള്ള ആളാണ്. എടാ തഫറഹു അലാ ലഹരി വസതഹസുനു ഫീ ബത്നി, എന്റെ മുകളിലിരുന്ന് നീ സന്തോഷിക്കുകയാണോ, നീ എന്റെ അകത്ത് വന്ന് ദുഃഖിക്കേണ്ടി വരും കേട്ടോ. തലഹഖു അലാ ലഹരി, എന്റെ മുകളിലിരുന്ന് നീ പൊട്ടി പൊട്ടി ചിരിക്കുകയാണല്ലടാ. സസബ്കി ഫീ ബത്നി, എന്റെ അന്തർഭാഗത്ത് കിടന്ന് നീ കരയേണ്ടി വരുമടാ. തഖുലുൽ അൽവാന അലാ ലഹരി, എന്റെ ഭൂമുഖത്ത് വെച്ച് നീ വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ തന്ന് ഉല്ലസിക്കുകയാണല്ലടാ. നീ ഇങ്ങ് വാടാ, നിന്റെ തടിച്ചു കൊടുത്ത ശരീരമില്ലേ, നിന്റെ തടിച്ചു കൊടുത്തിരിക്കുന്ന കവളില്ലേ, നിന്റെ സുന്ദരമായ കണ്ടടമില്ലേ, നിന്റെ നെറ്റിത്തടങ്ങളില്ലേ, നിന്റെ ലോലമായ ശരീരമില്ലേ, എടാ എന്റെ പുഴുക്കൾ കാത്തിരിക്കുകയാണ്. തഫക്കറതു ഫീ ഹശരി വയൗമി ഖിയാമതി വഇസ്ബാഹി ഖദ്ദി ഫിൽ മഖാബിരി സാനിയ വഹീദൻ ഫരീദൻ ബഅദ ഇസ്സിൻ വമനാതി റഹീനൻ ബിജർമി വത്തുറാബു വസാദിയ. തഫക്കറതു ഫീ താഇൽ ഹിസാബി വഅർദിഹി വദുല്ലി മഖാരി ഹീന ഉതാ ഹിസാബിയ ولكن رجائي فيك ربي وخالقي بأنك تعفو يا إلهي خطائيا. നമ്മൾ അവസാനിപ്പിക്കുകയാണ്, ദുആയിലേക്ക് കടക്കുകയാണ്. ഖബറിനുള്ളിലെ വിശേഷങ്ങൾ തീർന്നിട്ടില്ല, സമയം അതിക്രമിച്ചത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഖബറിനുള്ളിലെ വിഷയങ്ങൾ തീർന്നിട്ടില്ല. ഖബറിനുള്ളിൽ എന്ന വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തത്. 6 കാര്യങ്ങളെ പറഞ്ഞുള്ളൂ, ഇനിയും കിടക്കുകയാണ്. 5ഓളം കാര്യങ്ങൾ പറയാൻ ബാക്കി കിടക്കുകയാണ്. അല്ലാഹു അവസരം തന്നാൽ മറ്റൊരു സമയത്താകട്ടെ എന്ന് വിചാരിക്കുകയാണ്. തഫക്കറതു ഫീ ഹശരി വയൗമി ഖിയാമതി വഇസ്ബാഹി ഖദ്ദി ഫിൽ മഖാബിരി സാവിയ വഹീദൻ ഫരീദൻ ബഅദ ഇസ്സിൻ വമനാതി റഹീനൻ ബിജുറൂനി വത്തുറാബു വസാദിയ. തഫക്കറതു ഫീ താലിൽ ഹിസാബി വഅർദിഹി വദുല്ലി മഖാമി ഹീന ഉതാ ഹിസാബിയ വലകിൻ റജാഇ ഫീക റബ്ബി വഖാലിഖി ബിഅന്നക തഅഫൂ യാ ഇലാഹി ഖതാഇയ. ഞാൻ എന്റെ തഫക്കറതു ഫീ ഹശരി, എന്നെ ഒരുമിച്ച് കൂട്ടുന്നതിനെ കുറിച്ച് ഞാൻ ആലോചിച്ചു. വയൗമി ഖിയാമതി, ഖിയാമത്ത് നാളിനെ കുറിച്ചും. വൈസ്ബാഹി ഖദ്ദി ഫിൽ മഖാബിരി സാവിയ, എന്റെ കവിൾത്തടം മണ്ണിൽ കൊണ്ടുപോയി വെച്ച മണ്ണ് തലയിണയാവുന്നവത്തുറാവോ വസാദിയ, മണ്ണിന്റെ തലനയാവുന്ന എന്റെ കവളിന്റെ തലനാവുന്ന ദിവസവും ഞാൻ ആലോചിച്ചു നോക്കി. 6 ലക്ഷത്തിന്റെ അറയിൽ കിടക്കുമ്പോ സുന്ദരമായ തലയിണയിലേക്ക് തലയങ്ങ് ചായ്ക്കുമ്പോൾ ആലോചിച്ചിട്ടുണ്ടോ പുതിയ പ്രയായ ചെറുപ്പക്കാരോ? തൊട്ടടുത്ത ദിവസം ഒരുപക്ഷെ ഖബറിലേക്ക് എന്റെയും നിങ്ങളുടെയും പ്രയാണമെങ്കിൽ അവരെ നമ്മൾ തലവെക്കേണ്ടത് മണ്ണാകുന്ന തലയിണയുടെ മുകളില്. 7 ലക്ഷത്തിന്റെ അറയിൽ ഒരുപക്ഷെ 1 മാസം കടന്നേക്കാം, 2 മാസം കടന്നേക്കാം, 5 കൊല്ലം കടന്നേക്കാം, 10 കൊല്ലം കടന്നേക്കാം, വേണ്ട നീ 60 കൊല്ലം കടന്നേക്കാം. എന്നാൽ
മണ്ണാകുന്ന തലയണ ഈ കവിളിന് വെച്ച് കിടക്കേണ്ടത് എത്ര കാലമാണെന്നറിയുമോ? ഫൈദാ നുഫിഖ ഫീഹി ഉഖറാ ഫൈദാ ഹും ഖിയാമൻ യൻദുറൂൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരി, തമാടിത്തരം ചെയ്യല്ലേ, പെങ്ങളെ തമാടിത്തരം ചെയ്യല്ലേ. നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ വിട്ട് ചോടിപ്പോകല്ലേ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, പ്രിയപ്പെട്ട പിതാവ് നിനക്ക് വേണ്ടി ഭർത്താവിനെ തടയുമ്പോ നീ ഓടിപ്പോയെന്ന വാർത്തയാ ചുറ്റുഭാഗത്തു നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. നീ ആലോചിച്ചിട്ടുണ്ടേ, നിന്നെ നിക്കാഹ് ചെയ്യാത്ത ചെറുപ്പക്കാരന്റെ കൂടെ പോയിട്ട് അവന്റെ കൈക്കണ്ടയിൽ നീ കവിള് വെച്ച് കിടക്കുമോ? നീ ചിന്തിച്ചിട്ടുണ്ടോ? ആയിരക്കണക്കായക്കളും ആ ചെറുപ്പക്കാരൻ പോലും നിന്റെ ഉണ്ടാവുകയില്ല. എടീ പെങ്ങളെ, അനർത്ഥം ചിന്തിച്ചു പോകല്ലേ. നീ ആലോചിച്ചിട്ടുണ്ടോ? ഹറാമായ ചെറുപ്പക്കാരന്റെ കൈത്തണ്ടയിൽ നിന്റെ കവിള് വെച്ച് കിടക്കുമ്പോ ഖബറാകുന്ന മണിയറയിൽ കവിൾ തടത്തിൽ മണ്ണ് വെച്ച് കിടക്കേണ്ട ദിവസത്തെ കുറിച്ച് നീ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? ഇതല്ലേ നമ്മൾ ആലോചിക്കേണ്ടത്. ഇതല്ലേ മുൻഗാമികളെ അവരുടെ ജീവിതം മാറ്റിമറിച്ചു കളഞ്ഞത്. മുൻഗാമികളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു കളഞ്ഞത് അങ്ങനെയല്ലേ? സയ്യിദത്തുനാ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മരിക്കാനായി ഒരുങ്ങിയതങ്ങനെയല്ലേ? എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഇന്നലെ ഞാൻ ആ വിഷയം രണ്ടാം ഭാഗം പറഞ്ഞു തീർക്കാൻ കഴിഞ്ഞില്ലല്ലോ. ആരും സന്തോഷിക്കുകയും ദുഃഖിക്കുകയും ഒന്നും ചെയ്യണ്ട. മഹാനായ നബിയുനാ റസൂലുള്ളാഹി, പെങ്ങളെ, നിങ്ങളുടെ വിഷയം ഒരൊറ്റ വാക്കുകൊണ്ട് പറഞ്ഞു തീർക്കാം. പുരുഷന്മാരോട് കുറെ കാര്യങ്ങൾ പറയാറുണ്ടെങ്കിൽ നിങ്ങളോട് പറയാനുള്ള കാര്യം ഒറ്റ വാക്കിൽ പറഞ്ഞു തീർക്കാം. ഖബറിനുള്ളിലെന്ന വിഷയത്തിൽ അവസാനമായി ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ. ഒരേ ഒരു വാക്ക്, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഒരേ ഒരു ഹദീസ് മാത്രം. റസൂലുള്ള പറയുകയാണ്, ഒരു പെണ്ണ് മരണപ്പെട്ടു, ആ പെണ്ണിന്റെ മരണത്തിൽ ഭർത്താവ് സംതൃപ്തനാണ് എന്ന് പറഞ്ഞാൽ ആ പെണ്ണ് മരിച്ചു കിട്ടിയല്ലോ എന്ന് അയാൾ വിചാരിക്കുന്നത്. ആ പെണ്ണിന്റെ കാര്യത്തിൽ ഭർത്താവ് സംതൃപ്തനാണെങ്കിലോ ആ ഭർത്താവ് ഏറെ ദുഃഖിതനായിരിക്കും. പുണ്യനബി പറയാൻ, ഒരു പെണ്ണ് മരണപ്പെട്ടു, ആ പെണ്ണിന്റെ മരണത്തിൽ ഭർത്താവ് സംതൃപ്തനാണ്, അപ്പൊ അയാൾ ഏറെ ദുഃഖിതനായിരിക്കും. എന്റെ പ്രിയപ്പെട്ടവൾ പോയല്ലോ. അങ്ങനെയാണ് ഒരു പെണ്ണങ്ങ് മരിച്ചതെങ്കിൽ ദഖലത്തിൽ ജന്ന, ആ പെണ്ണ് സ്വർഗത്തിലാണ്. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞല്ലോ, ഒരു പെണ്ണങ്ങ് മരിച്ചുപോയി, ആ പെണ്ണിന്റെ മരണത്തിൽ ഭർത്താവ് സംതൃപ്തനാണ്. ആ പെണ്ണിന്റെ മരണത്തിലാണ് ആ ഭർത്താവ് സംതൃപ്തനായത്. എന്റെ കാരണം അത്ര ശല്യമായിരുന്നു ജീവിതത്തിൽ, പോയി കിട്ടിയല്ലോ എന്ന വിഷയത്തിലാണ് അയാളുടെ സന്തോഷമെങ്കിൽ ദഖലത്തിന്നാർ, ആ പെണ്ണ് നരകത്തിലാണെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. നിങ്ങളുടെ നരകവും സ്വർഗവും ഖബറിലെ നിങ്ങളുടെ വിജയവും പരാജയവും ഒക്കെ തീരുമാനിക്കുന്നതിൽ നിങ്ങളുടെ ഭർത്താവിനോടുള്ള നിങ്ങളുടെ സമീപനം, നിങ്ങളുടെ ഭർത്താവിനോടുള്ള നിങ്ങളുടെ പെരുമാറ്റം, നിങ്ങളുടെ ഭർത്താവിനെ അനുസരിക്കുന്നതിൽ നിങ്ങൾ കാണിക്കുന്ന ശുഷ്കാന്തി എല്ലാം ഏറെ നിർണായകമാണ്. പുണ്യനബിയുടെ ഒരൊറ്റ ഹദീസ് ഞാൻ പറഞ്ഞോട്ടെ. രണ്ടാം ഭാഗം ഇന്നലെ പറഞ്ഞു തീർക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാനൊരു പൂട്ടുകൊണ്ടുവന്ന് പൂട്ടുകയാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഒറ്റ വാക്കുകൊണ്ട് പറഞ്ഞു തീർക്കാം. പുണ്യനബി പറഞ്ഞില്ലേ, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞില്ലേ, ഒരു പെണ്ണ് സ്വല്ലത്ത് ഹംസഹ, 5 നേരം നമസ്കരിക്കുകയും വസാമത്ത് ശഹറഹ, പരിശുദ്ധമായ റമദാനിനെ നോമ്പനുഷ്ഠിക്കുകയും വഅതാഅത്ത് സൗജഹ, പിന്നെ പറഞ്ഞതെന്താ, ഹജ്ജ് ചെയ്യുകയും ചെയ്താലെന്നല്ല, വഅതാഅത്ത് സൗജഹ, ഭർത്താവിനെ അക്ഷരം പ്രതി അനുസരിക്കുകയും ചെയ്താൽ ദഖലത്തിൽ ജന്ന, ആ പെണ്ണ് സ്വർഗത്തിലാണ്. നിങ്ങളുടെ സ്വർഗം കിടക്കുന്നത് ഭർത്താവിനെ അക്ഷരം പ്രതി അനുസരിക്കുന്നതിലും ഭർത്താവിനെ തൃപ്തിപ്പെടുത്തുന്നതിലുമാണ്. തെറ്റല്ലാത്ത എല്ലാ കാര്യത്തിലും ഇസ്ലാം പറഞ്ഞത് ഹലാലായ കാര്യം പോലുമാണെന്ന് വെക്കുക. ഭർത്താവ് അത് കൽപ്പിച്ചാൽ നിർബന്ധമാണ്. കാര്യം ഹലാലാണ്. തെറ്റായ കാര്യത്തിലല്ല, ഹറാമായ കാര്യം ചെയ്ത് ഭർത്താവിനെ തൃപ്തിപ്പെടുത്തേണ്ട കാര്യം പെണ്ണിനില്ല. ഹലാലായ കാര്യം എന്ന് പറഞ്ഞാൽ ചെയ്തിട്ടില്ലെങ്കിൽ പടച്ചോൻ ശിക്ഷിക്കൂല. പക്ഷേ ഭർത്താവ് ആ കാര്യം കൽപ്പിച്ചാൽ അത് നിർബന്ധമായി. നിങ്ങൾ ആലോചിക്ക്, ഖബറിലേക്ക് പോകാനൊരുങ്ങുന്ന പെങ്ങളെ, നിങ്ങൾ ഒരുങ്ങേണ്ടത് റബ്ബിനെയും നിങ്ങളുടെ ഭർത്താവിന്റെയും തൃപ്തി കരകതമാക്കിയ, അതല്ലേ
നിങ്ങളുടെ നേതാവ് പഠിപ്പിച്ചത്? അതുകൂടെ പറഞ്ഞു ഞാൻ അവസാനിപ്പിച്ചോട്ടെ. ദുആയിലേക്ക് കടക്കുകയാണ്. സയ്യിദത്തുനാ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ, നിങ്ങളുടെ നേതാവല്ലേ, സ്ത്രീകളുടെ നേതാവല്ലേ, സ്വർഗത്തിലേക്ക് നിങ്ങളെ നയിച്ചു കൊണ്ടുപോകേണ്ടവരല്ലേ? അവരെങ്ങനെയാ മരണത്തിനായി ഒരുങ്ങിയത്? മരണത്തിന്റെ തലേ ദിവസമാണ്. ചുരുക്കി ഞാനൊന്ന് പറഞ്ഞോട്ടെ, മരണത്തിന്റെ തലേ ദിവസമാണ് സയ്യിദത്തുനാ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ഇശാ നമസ്കാരം പള്ളിയിൽ നടക്കുകയാണ്. ഇശാ നമസ്കാരം പള്ളിയിൽ നടക്കുന്നുണ്ട്. ആരാണ് ഇമാം? സയ്യിദുനാ സിദ്ദീഖ്. परवाने को चिराग बस, बुलबुल को फूल बस, सिद्दीक के लिए है खुदा का रसूल बस. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വാണി ഇമാം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചിൽ പിന്നിൽ നിന്ന് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരാണ്? സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. ഫാത്തിമ ബീവി ഇശാ നമസ്കാരം കഴിഞ്ഞ് ഭർത്താവിനെ കാത്തിരിക്കുകയാണ്. വീടിന്റെ മുൻപിൽ നിന്ന് കാത്തിരിക്കുകയാണ്. ഇശാ നമസ്കാരം കഴിഞ്ഞു വരുന്ന അലി റളിയല്ലാഹു അൻഹു കാണുന്നത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കാത്തിരിക്കുന്ന രംഗമാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അലി റളിയല്ലാഹു അൻഹു കയറി വന്നപ്പോ അതിന് മുമ്പ് കുളിച്ചൊരുങ്ങിയിട്ടുണ്ട്. കുളിച്ചൊരുങ്ങി പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ടാണ്. സാധാരണ പോലെയല്ല ഫാത്തിമ ബീവി വല്ലാത്ത ഒരുക്കത്തിലാണ്. പെങ്ങളെ, വഫാത്തിന്റെ തലേ ദിവസം ആരുടെ ചരിത്രമാണ് ഞാൻ പറയുന്നതെന്നറിയുമോ? നിങ്ങളെ സ്വർഗത്തിലേക്ക് നയിച്ചുകൊണ്ട് പോകേണ്ട ഫാത്തിമ ബീവി മരിക്കാൻ ഒരുങ്ങിയതെങ്ങനെയാ? പഠിക്കന്റെ പെങ്ങളെ, മരിക്കാൻ ഒരുങ്ങിയതെങ്ങനെയാ? ഭർത്താവിന്റെ തൃപ്തിയും തന്റെ റബ്ബിന്റെ തൃപ്തിയും കരഗതമാക്കിയാണ്. അതാ വാതിലിൽ വെയിറ്റ് ചെയ്യുമ്പോ അലി റളിയല്ലാഹു അൻഹു വന്നപ്പോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കൈ പിടിച്ചുകൊണ്ട് വീട്ടിന്റെ അകത്തളത്തിലേക്ക് പോയി. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അടുക്കളയിലേക്ക് ചെന്നു. ഭക്ഷണമെല്ലാം വിളമ്പി വെച്ചു. രണ്ടുപേരും അതാ ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണ്. ഫാത്തിമ ബീവി കുളിച്ചൊരുങ്ങിയിട്ടുണ്ട്, സുഗന്ധം പൂശിയിട്ടുണ്ട്. ഫാത്തിമ ബീവി വീട്ടിന്റെ അകത്ത് അത്തർ പുരട്ടിയത് അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോഴല്ല എല്ലാ വല്ലാത്ത ഭംഗിയുണ്ട്. അലി റളിയല്ലാഹു അൻഹു ഇതൊക്കെ കണ്ടപ്പോ ചോദിച്ചു, ഫാത്തിമ ഇല്ല എന്താ ഒരുങ്ങിയിരിക്കുന്നത്? അപ്പൊ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, നിങ്ങളെ സന്തോഷിപ്പിക്കാൻ അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, അതിനു തന്നെ കുളിച്ചൊരുങ്ങിയതാ. രണ്ടുപേരും ഇരുന്നൊപ്പം ഭക്ഷണം കഴിക്കുകയാ. ദീർഘമായി പറയാൻ സമയമില്ലല്ലോ. അങ്ങനെ ഏതാ ഭക്ഷണം കഴിച്ചു മാത്രമെല്ലാം കഴുകി വെച്ച് രണ്ടുപേരും കടക്കാനായി അറയിലേക്ക് കടക്കുന്നു. ഫാത്തിമ ബീവി ചെന്നു നോക്കുമ്പോ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ രണ്ടുപേരും ഉറങ്ങുകയാ. മക്കളൊക്കെ ഉറങ്ങുകയാ. എല്ലാവരും ഉറങ്ങിക്കിടക്കുകയാ. റളിയല്ലാഹു അൻഹും ഫാത്തിമ ബീവിയും അറയിലേക്ക് അങ്ങ് കടന്നു. ലൈറ്റ് അങ്ങണച്ചോ. ഫാത്തിമ ബീവി അതാ കരയുകയാണ്. ആദ്യ ദിവസം അറയിലേക്ക് കടന്നു വന്നപ്പോ കരഞ്ഞ പോലെ ഫാത്തിമ ബീവി കരയുന്നു. അലി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, എന്തിനാ കരയുന്നത് ഫാത്തിമ? അപ്പോഴാ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹു പറയുന്നത്, പ്രിയപ്പെട്ടവരെ, എന്റെ പിതാവ് അങ്ങേക്ക് വിവാഹം ചെയ്തു തന്നിട്ട് വർഷങ്ങളായില്ലേ? നമ്മൾ കുടുംബമായി ജീവിക്കുന്നു. ഈ കാലയളവിൽ ഞാൻ അങ്ങയോട് വല്ല പൊരുത്തക്കേടും ചെയ്തിട്ടുണ്ടോ? എനിക്ക് മാപ്പ് ചെയ്തു തരണേ. ഇത് പറഞ്ഞ ഫാത്തിമ ബീവി കരയുന്നത്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ, ഫാത്തിമ, എല്ലാം മാപ്പാണ് മോളെ, കണ്ണുനീർ തുടക്കുമോളെ, കരയല്ല മോളെ. ഫാത്തിമ ബീവിയോട് അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവി കണ്ണുനീർ തുടച്ചു. പക്ഷെ അല്പനേരം കഴിഞ്ഞ് വീണ്ടും കരയുകയാണ്. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫാത്തിമ, ഞാനൊക്കെ പൊരുത്തപ്പെട്ടതെന്നില്ലേ? പിന്നെ എന്തിന് കരയുന്നു ഫാത്തിമ? അപ്പോഴല്ലേ പറഞ്ഞതലിയാറേ, ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞു പൊരുത്തപ്പെടിപ്പിക്കാതെ എന്റെ മനസ്സിന് സമാധാനമില്ല. ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ സ്വർഗം കണി കാണാൻ കഴിയില്ലെന്ന് ഉപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അലിയാറേ, അന്ന് അബൂജഹലിന്റെ മകളെ അങ്ങ് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചില്ലേ? അത് ഞാൻ അറിഞ്ഞപ്പോഴല്ലേ ഉപ്പായുടെ അടുത്തേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞാൻ ചെന്നത്. എന്റെ കരച്ചിൽ കണ്ടപ്പോ ഉപ്പയും കരഞ്ഞു. എന്നോട് ചോദിച്ചു, മോളെന്തിനാ കരയുന്നത്? ഞാൻ പറഞ്ഞു, എനിക്കറിയാതെ നഷ്ടപ്പെടാൻ പോവുകയാണ്, അവർ വേറൊരു വിവാഹം കൂടെ ചെയ്യാനൊരുങ്ങുകയാണ്. അന്നല്ലേ ഉപ്പ വല്ലാതെ പ്രയാസപ്പെട്ട് നിസ്കാരം കഴിഞ്ഞ് ദേഷ്യം പിടിച്ചുകൊണ്ട് മെമ്പറയിൽ കയറി നിന്നുകൊണ്ട് പറഞ്ഞത്,
മുഹമ്മദ് റസൂലുള്ളാഹിന്റെ മോളും റസൂലുള്ളാഹിന്റെ കൊടിയ ശത്രുവായ അബൂജഹലിന്റെ മോളും ഒരാൾക്ക് കീഴിൽ ഒന്നിച്ചു വേണ്ട. റസൂലുള്ളാഹിന്റെ മോളെ ഒഴിവാക്കി തന്നെ അതങ്ങ് പറഞ്ഞപ്പോഴല്ലേ അങ്ങത് കേട്ട് പള്ളിയിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഓടി വന്നെന്റെ കാലിൽ വീണ് പൊരുത്തപ്പെടിപ്പിച്ചത്. സത്യത്തിൽ അങ്ങത് ചെയ്യേണ്ടിയില്ലായിരുന്നു. കാരണം 4 വിവാഹം കഴിക്കാമെന്ന് റബ്ബ് പറഞ്ഞതല്ലേ. നീതിയോടെയാണെങ്കിൽ ഞാനത് ചെയ്തതങ്ങ് എനിക്ക് നഷ്ടപ്പെടുമെന്ന വേദന കൊണ്ട് മാപ്പാക്കണേ എന്ന് പറഞ്ഞതാ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പൊട്ടി പൊട്ടി കരയുകയാ. അലി റളിയല്ലാഹു അൻഹു മാപ്പ് ചെയ്തു കൊടുക്കുകയാൻ. കരയണ്ട ഫാത്തിമ, മോളെ ഒക്കെ മാപ്പാൻ. അപ്പോഴല്ലേ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത്, അലിയാരേ ഞാൻ മരിച്ചാൽ എന്റെ മക്കളെ അങ്ങ് നല്ല പോലെ നോക്കണേ. ഹസനും ഹുസൈനും റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ട മക്കളാണ്. എന്റെ പൊന്നുമക്കളെ അങ്ങ് സംരക്ഷിക്കണേ. ഇത് പറഞ്ഞപ്പോൾ അലിയാര് ചോദിച്ചു, ഫാത്തിമ അതെന്തിനാ മരണമൊക്കെ ഇപ്പൊ പറയുന്നത്? അലി റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായില്ല. നാളെ പ്രിയപ്പെട്ട ഫാത്തിമ തന്നോട് വിട്ടുപിരിയുമെന്ന്. രാത്രിയാ കരയുകയാണ്. 2 പേരും അറയിൽ കിടന്ന് കേൾക്കണ്ട പെങ്ങളെ, ഖബറിനായി നിങ്ങളുടെ നേതാവ് ഒരുങ്ങിയതെങ്ങനെയാ? ഉടനെ അതാ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അലിയാരോട് പറയുകയാണ്, അലിയാരെ ഞാൻ മരിച്ചാൽ നിങ്ങളാണ് എന്നെ മയ്യത്ത് കുളിപ്പിക്കേണ്ടത്, നിങ്ങളാണ് എന്നെ കഫം ചെയ്യേണ്ടത്, നിങ്ങളാണ് എന്നെ മയ്യത്ത് കട്ടിൽ വെച്ച് ചുമന്നു കൊണ്ടുപോകേണ്ടത്, നിങ്ങളാണ് എന്നെ മയ്യത്ത് നമസ്കരിക്കാൻ നേതൃത്വം കൊടുക്കേണ്ടത്, നിങ്ങളാണ് എന്നെ ഖബറിലേക്ക് താഴ്ത്തി വെക്കേണ്ടത്. ആരാ പറയുന്നത്? ഫാത്തിമ റളിയല്ലാഹു അൻഹ. അലി റളിയല്ലാഹു അൻഹു കരയുകയാണ്, ഫാത്തിമ ബീവിയും കരയുകയാണ്. മോളെ ഫാത്തിമ നീ എന്തിനാ അതൊക്കെ ഇപ്പൊ പറയുന്നത്? അപ്പോഴാ പറഞ്ഞത്, അലിയാരേ ഉപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യം എന്നോട് ചേരുന്ന ആൾ മോളെ ഫാത്തിമ നീയാണെന്ന് ഉപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ മോളെ സമാധാനിപ്പിക്കുകയാ. അപ്പോഴാ പറഞ്ഞത്, അലിയാരേ ഞാൻ മരിച്ചാൽ എന്നെ മയ്യത്ത് കബറടക്കേണ്ടത് രാത്രിയില, പകൽ സമയം എന്നെ കബറടക്കരുത്. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, അതെന്താ മോളെ ഫാത്തിമ രാത്രിയെ കബറടക്കാവൂ എന്ന് പറഞ്ഞത്? ആളുകൾ സാധാരണ പകലിൽ കബറടക്കപ്പെടാനല്ലേ ആഗ്രഹിക്കാറുള്ളത്. മയ്യത്ത് നിസ്കരിക്കാൻ ഏറെ ആളുകൾ ഉണ്ടാവുക പകലല്ലേ. അപ്പോഴല്ലേ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഒരു കാര്യം തുറന്നു പറഞ്ഞത്. മുസ്ലിം ലോകം അപ്പോഴല്ലേ അതറിഞ്ഞത്. അലിയാരേ എന്റെ ശരീരം ഒരന്യ പുരുഷനും ഇതുവരെ കാണാൻ ഇടവന്നിട്ടില്ല. അങ്ങല്ലാതെ എനിക്ക് കാണാൻ മഹറമായ ആളുകളല്ലാതെ എന്റെ ശരീരം ഇതുവരെ ഒരാളും കാണാൻ ഇടവന്നിട്ടില്ല. അതുകൊണ്ട് അലിയാരേ ഞാൻ മരിച്ചാൽ എന്റെ ശരീരം ഒരാൾക്കും കാണിച്ചു കൊടുക്കരുത്, എന്റെ കഫം തുണി പോലും ഒരാൾ കാണാൻ ഇടവരരുത്. അതുകൊണ്ട് നിങ്ങൾ എന്നെ രാത്രിയെ കൊണ്ടുപോകാവോ? രാത്രിയുടെ ഇരുട്ടിൽ കൊണ്ടുപോകുമ്പോൾ ഒരാളും എന്നെ കാണാൻ ഇടവരില്ല. സയ്യിദത്തുനാ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മരിക്കുന്നതിന്റെ തലേ ദിവസം അന്ന് രാത്രി തന്റെ ഭർത്താവിനോടെല്ലാം പറഞ്ഞു പൊരുത്തപ്പെടിപ്പിച്ചു. ഭർത്താവിന്റെയും റബ്ബിന്റെയും തൃപ്തി പൂർണ്ണമായി കരഗതമാക്കിയാണ് പൊന്നു റസൂലിന്റെ പൊന്നുമോൾ ഖബറിനായി ഒരുങ്ങിയത്. ഇന്നലെ പറയാൻ വിട്ടുപോയ വിഷയം ഉമ്മമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നലെ പറയാൻ വിട്ടുപോയ വിഷയം, നിങ്ങളുടെ സ്വർഗം ഭർത്താവിലാണ്. നിങ്ങളുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവാണ്. അല്ലാഹുവേ പടച്ച റബ്ബേ, ഞങ്ങൾ പറഞ്ഞതൊക്കെ നീ സ്വീകരിക്കണേ റബ്ബേ, കേട്ടത് നീ ഖബൂൽ ചെയ്യണേ അല്ലാഹുവേ. ഞങ്ങളുടെ അടുത്ത വീടായ ഖബറിടം ഞങ്ങൾക്ക് സ്വർഗത്തിന്റെ വീടാക്കി തരണേ റബ്ബേ. അല്ലാഹുവേ സ്വർഗത്തിന്റെ വീടാക്കി തരണേ അല്ലാ. സർപ്പങ്ങളുടെ വിഹാര കേന്ദ്രമാക്കല്ല റബ്ബേ, ഇഴജന്തുക്കളുടെ വിഹാര കേന്ദ്രമാക്കല്ല അല്ലാ. അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ സദസ്സ് ദുആയിലേക്ക് കടക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിഷയം പറഞ്ഞു തീരാത്തത് കൊണ്ടാണ് ഇന്നലെ 2 മണിക്കൂറിലും കുറച്ചൽപ്പം ഒരു 2.5 മണിക്കൂർ നമ്മൾ സംസാരിച്ചു. വിഷയം എന്നിട്ടും തീർന്നില്ല. 5 കാര്യങ്ങൾ കൂടെ പറയാൻ കിടക്കുകയാണ്. അല്ലാഹു അനുഗ്രഹിച്ചാൽ ഖബറിനുള്ളിൽ എന്ന വിഷയം
രണ്ടാം ഭാഗമായി മറ്റൊരു സമയം നമ്മൾ പറയും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ വേഗം അധികം താമസിയാതെ വളരെ പെട്ടെന്ന് കുറച്ച് ദിക്റുകൾ ചൊല്ലി വേഗം നമ്മൾ ദുആ ചെയ്ത് പിരിയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സ് ദുആക്ക് ഉത്തരമുള്ള സദസ്സാക്കി തരുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ലിസ്റ്റൊക്കെ ഒന്ന് ചുരുക്കിയിട്ട് ഞാൻ വായിക്കാം. ആ ഇടക്ക് എത്ര കിൻഡൽ കമ്പിയായി ഇപ്പൊ ടോട്ടൽ എത്രയായി? 1880. ഇന്നലെ വരെ കിട്ടിയതാണ് അല്ലെ? ഇന്ന് നോക്കണം. ഇന്നലെ കിട്ടിയത്, ഇന്ന് കിട്ടിയത് കൂട്ടിയും എന്തായാലും ഒരു 10-45 കിൻഡൽ കമ്പി കൂടെ ഇനിയും കിട്ടേണ്ടത്. ഓരോ കിൻഡൽ നൽകാൻ പറ്റാവുന്ന ഒരു 45 പേർ, അല്ലെങ്കിൽ 5-10 കിൻഡൽ നൽകാൻ പറ്റാവുന്ന 10 കിൻഡൽ നൽകാൻ പറ്റാവുന്ന ഒരു 4.5 പേര്. ഒരു കിൻഡൽ അല്ലേ? അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൂടെ ഒരു കാലിനൊരു ആക്സിഡന്റ് ഒക്കെ പറ്റിയൊരു മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല മൈൻകായുടെ എല്ലാ രോഗങ്ങളും അല്ലാഹു സുഖപ്പെടുത്തി കൊടുക്കട്ടെ. കാലിൽ അല്ലാഹു പൂർണ്ണ ആരോഗ്യം നൽകുമാറാകട്ടെ. പടച്ച റബ്ബേ, നിന്റെ മഹാന്റെ പേരിൽ ചെയ്ത സ്വദഖ, അല്ലാഹുവേ നിന്റെ മഹാന്റെ പേരിൽ ചെയ്ത സ്വദഖ ജീവിതത്തിലെ എല്ലാ വിഷമങ്ങൾക്കും അറുതി വരുത്താൻ നീ കാരണമാക്കണേ റബ്ബേ. നമ്മുടെ പ്രിയപ്പെട്ട മായിൻക 1 കിൻഡൽ കമ്പി നമ്മുടെ ഈ സംരംഭത്തിന് വേണ്ടി നൽകുന്നുണ്ട്. ഇനി ആരാ ഈ കമ്പിയൊക്കെ ഒന്ന് കൂട്ടിയോ നിങ്ങള്? ശ്രവാജി, ഞാൻ ഈ ലിസ്റ്റ് വായിക്കുമ്പോ കമ്പി ഒന്ന് കൂട്ടും നിങ്ങള്. ഇനി എത്ര കിട്ടണം? 100 കിലോ അല്ലെ കമ്പി. റഷീദ് CK, മക്കളുടെയും ഭർത്താവിന്റെയും റഷീദ CK, മക്കളുടെയും ഭർത്താവിന്റെയും ആരോഗ്യത്തിന് വേണ്ടി ദുആ ചെയ്യാൻ 100 കിലോ, അതായത് 1 കിൻഡൽ കമ്പി റഷീദ എന്ന സഹോദരി. അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണേ റബ്ബേ. പടച്ചോനെ, അവരുടെ മക്കൾക്കും ഭർത്താവിനും നീ പൂർണ്ണമായ ആരോഗ്യം നൽകണേ റബ്ബേ. ഭർത്താവിന്റെ ആരോഗ്യത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരി കൊടുത്തേച്ചത്. എന്റെ കാലിന്റെയും മുട്ടിന്റെയും അസുഖം മാറിക്കിട്ടാൻ ദുആ ചെയ്യാൻ CN ആയിഷ, നമ്മുടെ ഔട്ടേജിയുടെ ഭാര്യയാണ്, ഒരു സ്വർണ്ണാഭരണം നമ്മുടെ സദസ്സിന് വേണ്ടി തന്നിട്ടുണ്ട്. റഹ്മുർ-റഹീമീനായ റബ്ബേ, അവരുടെ കാലിന്റെ മുട്ടിന്റെ വേദന നീ സുഖപ്പെടുത്തി കൊടുക്കണേ റബ്ബേ. ശരീരത്തിന് നീ പൂർണ്ണമായ ആരോഗ്യം നൽകണേ അല്ലാ. മരിച്ചുപോയ ബാപ്പയുടെയും ഉമ്മയുടെയും മഗ്ഫിറത്തിനായും സഹോദരിയുടെ മകന്റെ അസുഖത്തിന്റെ റിസൾട്ട് നാളെ കിട്ടേണ്ടതാണ്. നല്ല നിലയിലാവാനും ദുആ ചെയ്യാൻ റഹ്മുർ-റഹീമീനായ റബ്ബേ, ആ സഹോദരിയുടെ മരിച്ചുപോയ ഉപ്പയുടെയും ഉമ്മയുടെയും പരലോകം നീ ധന്യമാക്കി കൊടുക്കണേ റബ്ബേ. അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, രോഗിയായ മകന്റെ പരിശോധന റിസൾട്ട് നാളെ വരാനിരിക്കുകയാണ് റബ്ബേ. ഭയപ്പെടുത്തുന്ന ഒന്നും കേൾക്കാൻ ആ കുടുംബത്തിന് നീ വിധി വരുത്തല്ല റബ്ബേ. അതേപോലെ ഉപ്പയുടെയും ഉമ്മയുടെയും അസുഖം മാറാൻ വേണ്ടി ദുആ ചെയ്യാൻ 30 കിലോ കമ്പി. ഒരു മകൻ, ഒരു സാധുവായ മോന കമ്പി കൊടുക്കാൻ CP ആബുട്ടി ഹാജി, നമ്മളാവട്ടെ CP ആബുട്ടി ഹാജി 5 കിൻഡൽ കമ്പി. അല്ലാഹു അക്ബർ. റഹ്മുർ-റഹീമീനായ റബ്ബേ, നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്, നീ ബറക്കത്ത് ചെയ്യണേ റബ്ബേ. അല്ലാഹു ഇവരുടെ മനസ്സിന്റെ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ റബ്ബേ. അല്ലാഹു ആരോഗ്യം നീ നിലനിർത്തി കൊടുക്കണേ റബ്ബേ. ഞാൻ ആ കുട്ടിയെ കാണുന്ന അന്ന് മുതൽ ആവട്ടെ അങ്ങനെ തന്നെ അല്ലാഹു കുറേ കാലം അങ്ങനെ തന്നെ പൂർണ്ണ ആരോഗ്യത്തോടെ നിലനിർത്തി കൊടുക്കട്ടെ. അല്ലാഹു നമ്മളോടൊപ്പം എല്ലാ നല്ല കാര്യത്തിലും നിലകൊള്ളാൻ അല്ലാഹു തൗഫീഖ് കൊടുക്കട്ടെ. 5 കിൻഡൽ കമ്പി, അങ്ങനെ 5 കിൻഡൽ കമ്പി കൊടുക്കാൻ പറ്റാവുന്ന ഒരു 9 ആളുകൾ കൂടെ ഉണ്ടായാൽ അവർക്ക് വേഗം തരണം. 9 ആളെ മുസ്തഫാജി 5 കിൻഡൽ തരാൻ പറ്റാവുന്ന 9 ആളെ തരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. രോഗം സുഖപ്പെടാനും മക്കളുടെ കടങ്ങളെല്ലാം തീരാനും ഹലാലായ കാര്യങ്ങൾ നിറവേറാനും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തീരാനും ദുആ ചെയ്യാൻ വേണ്ടി ഒരു സഹോദരി സദഖ നൽകിയിരിക്കുകയാണ്. റഹ്മുർ-റഹീമീനായ റബ്ബേ, അവരുടെ എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണേ റബ്ബേ. മക്കളുടെ കടങ്ങളെല്ലാം തീരാനുള്ള വഴി നീ എളുപ്പമാക്കി കൊടുക്കണേ റബ്ബേ. ഹലാലായ കാര്യങ്ങളൊക്കെ നീ നിറവേറ്റി കൊടുക്കണേ റബ്ബേ. 600 കിലോ അല്ലേ? CM അബ്ദുൽ ഖാദർ ഉസ്താദ്, മക്കളുടെ ഇരുലോക വിജയത്തിന് വേണ്ടി ദുആ ചെയ്യാൻ 600 കിലോ എന്ന് പറഞ്ഞാൽ 6 കിൻഡൽ കമ്പി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റഹ്മുർ-റഹീമീനായ റബ്ബേ, അല്ലാഹുവേ, ആ സഹോദരൻ ചെയ്ത, ഞങ്ങളുടെ പ്രിയപ്പെട്ട അബ്ദുൽ ഖാദർ ഉസ്താദ് ചെയ്ത സ്വദഖ നീ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ, മക്കളുടെ ഇരുലോക വിജയം ആഗ്രഹിച്ചുകൊണ്ടാണ് റബ്ബേ അത് ചെയ്തത്. അല്ലാഹുവേ, 2 ലോകത്തും
29 അല്ലേ? 29.5. 200 തന്നെ 2 കിൻഡൽ അല്ലേ? 200 തന്നെ 2 കിൻഡൽ. അപ്പൊ 31 കിൻഡലേ. നമുക്ക് വേണ്ടത് 60 കിൻഡലാ? 70 കിൻഡൽ. 70 നിന്ന് 31 പോയാൽ 39. 39 5 കൊണ്ട് പെരുക്കിയാൽ ഹരിച്ചാൽ 8. 8 5 40. 5 കിൻഡൽ തരാൻ പറ്റും. 8 ആളെ വേഗം കൊണ്ടുവരും. കമ്പി വേഗം പൂർത്തിയാക്കി നാളെ തന്നെ പണി തുടങ്ങണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. 5 കിൻഡൽ കൊടുക്കാൻ പറ്റാവുന്ന 8 പേരായാൽ പെട്ടെന്ന് നമുക്ക് പണി പൂർത്തിയാക്കാം. MK നാസിർ മരുവമ്പായി രോഗം സുഖപ്പെടാനും വീടിന്റെ പണി പൂർത്തിയാവാനും ദുആ ചെയ്യാൻ വാഗ്ദത്തം 5 ചാക്ക് സിമന്റ്. അല്ലാഹുവേ അവരുടെ രോഗം നീ സുഖപ്പെടുത്തണേ റബ്ബേ. സ്വന്തമായ ഒരു വീട് വെച്ച് താമസിക്കാൻ അവർക്ക് നീ തൗഫീക്ക് നൽകണേ അല്ലാഹ്. ഈ വായിച്ചതൊക്കെ മാറ്റി വെച്ചാൽ വായിച്ചത് ഇങ്ങോട്ട് കൊണ്ടുവരില്ല കേട്ടോ. ഒരു സഹോദരി, ഒരു അലീക്കത്ത്, അൽഹംദുലില്ലാഹ് നമ്മുടെ സദസ്സിലേക്ക് സ്വർണം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരു സഹോദരി, ഒരു അലീക്കത്ത്, ഒരു മോതിരം, 2 രാജ്യം. അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണേ റബ്ബേ. ഉമ്മമാര് വിചാരിച്ച 30 ലക്ഷം കിട്ടാൻ എത്ര ആൾ വിചാരിച്ചാൽ മതി? 100 ആൾ വിചാരിച്ചാൽ. 100 ആൾ വിചാരിച്ചാൽ 25 ലക്ഷം ആവും. നമ്മളിപ്പോൾ ഉണ്ടാക്കിയ കമ്പനി സിമന്റ് 3000 പെണ്ണുങ്ങളുണ്ട്. പല ആളുകളുണ്ട് മഞ്ഞപ്പിത്തം പിടിപെട്ട് കിടക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഗഫാർക്കയുടെ മകൻ മഞ്ഞപ്പിത്തം പിടിപെട്ട് കിടപ്പില്ല. എന്റെ മോനും മഞ്ഞപ്പിത്തം പിടിച്ച് കിടപ്പില്ല. ഓനെ പഠിക്കുന്നിടത്തു നിന്നൊക്കെ തിരിച്ചു വന്നിരിക്കുക. പല ആളുകളുടെയും മക്കൾ അങ്ങനെ മഞ്ഞപ്പിത്ത രോഗത്തിന്റെ പിടിയിലാണ്. റഹ്മുർ-റഹീമീനായ റബ്ബേ, അല്ലാഹുവേ രോഗം നൽകിയ റബ്ബേ, ആ രോഗം നീ സുഖപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ സീരിയസായ അവസ്ഥയിൽ നിന്ന് റബ്ബേ എത്രയും പെട്ടെന്ന് നീ അവരെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. കുഞ്ഞുമക്കളെ നീ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണേ അല്ലാഹ്. അല്ലാഹുവേ ചെയ്യുന്ന ചികിത്സ നീ ഫലപ്രദമാക്കി കൊടുക്കണേ റബ്ബേ. എന്റെ ഭർത്താവ് സിദ്ദീഖിന്റെ കയ്യിന്റെ വേദന സുഖപ്പെടാൻ, ഭർത്താവിനോട് എന്തൊരു സ്നേഹം, ഭർത്താവിന്റെ കയ്യിന്റെ വേദന സുഖപ്പെടാൻ, വീടിന്റെ പണി പൂർത്തിയാക്കാനും ദുആ ചെയ്യാൻ സുബൈദ സിദ്ദീഖ് 5000 റുപ്യ സംഭാവന. റഹ്മുർ-റഹീമീനായ റബ്ബേ അവരുടെ ഭർത്താവിന്റെ കയ്യിന്റെ വേദന നീ സുഖപ്പെടുത്തണേ റബ്ബേ. വീടിന്റെ പണി പൂർത്തിയാക്കി കുടുംബത്തോടൊപ്പം മക്കളോടൊപ്പം അതിൽ കഴിയാൻ അവർക്ക് നീ തൗഫീക്ക് നൽകണേ റബ്ബേ. ഉമ്മാക്ക് ഹാർട്ട് ബ്ലോക്ക് ആയതിനാൽ ഓപ്പറേഷൻ വേണം എന്ന് ഡോക്ടർമാർ വിധി എഴുതിയിരിക്കുകയാണ്. ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹുവേ 5 ചാക്ക് സിമന്റ്. ആ മാതാവിന്റെ രോഗം നീ സുഖപ്പെടുത്തണേ റബ്ബേ. 1 കിൻഡൽ കമ്പി ഒരു സഹോദരൻ, അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ ഉദ്ദേശമൊന്നും പറഞ്ഞിട്ടില്ല റബ്ബേ. അത് കൊടുക്കുമ്പോൾ ഖൽബിലും ഉദ്ദേശമുണ്ടെങ്കിലും നീ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. നീ പൂർത്തിയാക്കി കൊടുക്കണേ റബ്ബേ. 100 കിലോ കമ്പി പേര് പറയതൊരു സഹോദരൻ ഇഹലോക വിജയത്തിന് വേണ്ടി ദുആ, ഇഹലോക ശാന്തിക്ക് വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹുവേ ഈ ലോകത്തും പരലോകത്തും അവർക്ക് നീ ശാന്തി പ്രദാനം ചെയ്യണേ റബ്ബേ. അവർ ചെയ്ത സ്വതക്ക നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. 1 കിൻഡൽ കമ്പി നിങ്ങൾ എഴുതില്ലേ? ലാസ്റ്റ് എത്ര കിൻഡലായി നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ലാസ്റ്റ് എത്ര കിൻഡലായി എന്ന് പറഞ്ഞു തരാം. എന്റെ ഭർത്താവിന്റെ സംസാരത്തിന് തകരാറും കൈകാലുകൾക്ക് സ്വാധീനവും കുറവുണ്ട്. അത് ശരിയായി കിട്ടാനും ആരോഗ്യത്തിനും ആഫിയത്തിനും ദീർഘായുസ്സിനും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ 2000 റുപ്യ സംഭാവന. അല്ലാഹുവേ ഭർത്താവിന്റെ അനാരോഗ്യത്തിൽ വിഷമിക്കുന്ന പെങ്ങളാണ്, സഹോദരിയാണ്, ഭാര്യയാണ് റബ്ബേ. അവരുടെ ഭർത്താവിന്റെ സംസാരശേഷി കുറവ് നീ നികത്തി കൊടുക്കണേ റബ്ബേ. പൂർണ്ണമായ സംസാരശേഷി നീ നൽകണയല്ല. അവരുടെ കൈകാലുകളുടെ സ്വാധീനക്കുറവ് റബ്ബേ നീ സുഖപ്പെടുത്തി കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ അവർക്കും ഞങ്ങൾക്കും നീ പൂർണ്ണമായ ആരോഗ്യവും ആഫിയത്തും നൽകണേ അല്ലാഹ്. വായിച്ചതൊക്കെ മാറ്റി വെച്ചാളിട്ടുണ്ട്. റൈഹാൻ സ്വർണ്ണമോതിരം 1, അൽഹംദുലില്ലാഹ്. മരിച്ചുപോയ ഉപ്പാക്ക് വേണ്ടിയും ജീവിച്ചിരിക്കുന്ന ഉമ്മാക്ക് ദീർഘായുസ്സിനും ഒരു സഹോദരൻ 1 കിൻഡൽ കമ്പി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുവേ ആ സഹോദരൻ ചെയ്ത സ്വതഖ നീ സ്വീകരിക്കണേ റബ്ബേ. മരിച്ചുപോയ പിതാവിന്റെ ഖബറിലേക്ക് ഇപ്പോൾ തന്നെ വെളിച്ചമായി നീ എത്തിച്ചു കൊടുക്കണയല്ല. അവരുടെ മാതാവിന് നീ ആരോഗ്യത്തോടെ ദീർഘായുസ് നൽകണയല്ല. മരിച്ചുപോയ ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാൻ സംശീർ അലിയൻസ് നമ്മുടെ സഹോദരൻ പ്രത്യേകം നമ്മളോട് ഏൽപ്പിക്കുന്നു. 3 കിൻഡൽ കമ്പി ആ സഹോദരൻ ഏറ്റിട്ടുണ്ട് പിതാവിന്റെ പേരിൽ. പിതാവിനോട് വലിയ സ്നേഹം കാണിക്കുന്ന ഒരു കുട്ടി, പിതാവിനോട് വലിയ സ്നേഹം കാണിക്കുന്ന ഒരു കുടുംബം. റഹ്മുർ-റഹീമീനായ റബ്ബേ കുടുംബത്തിന് വേണ്ടി ആ സഹോദരൻ അധ്വാനിച്ചതൊന്നും അനുഭവിക്കാൻ കഴിയുന്നതിന് മുമ്പേ, മക്കളുടെ സന്തോഷം കാണാൻ കഴിയുന്നതിന് മുമ്പേ ലോകത്തോട് വിട പറഞ്ഞു പോയ ആ സഹോദരനെ നീ പൊറുക്കണേ റബ്ബേ. അല്ലാഹുവരുടെ മകൻ അവരുടെ ഖബറിന്റെ വിജയത്തിനായി ചെയ്ത സ്വതഖ നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ
അതോ ഖബറിലേക്കുള്ള ശാന്തിയായി, സമാധാനമായി, സന്തോഷമായി, തണുപ്പായി ആ സദഖ എന്നും നീ വർഷിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. റബ്ബേ, ഈ മഹാനായ വലിയുടെ സന്നിധിയിൽ കടന്നിറങ്ങുന്ന അവരോടും നീ കരുണ ചെയ്യണേ അല്ലാഹ്. അതേപോലെ ഒരു സഹോദരി രാമപുരം, ഇവിടെ ഉണ്ട് രാമപുരം അല്ലെ, മലപ്പുറത്ത് രാമപുരം, ഇവിടെ ഒരു രാമപുരം ഉണ്ടല്ലേ, മലപ്പുറത്തുണ്ട് രാമപുരം. കമ്മൽ 2, കാതിലെ 2 കമ്മലും കൊടുത്ത് അയച്ചിട്ട് ഇപ്പൊ കൊടുത്തയച്ചതാണ്. അൽഹംദുലില്ലാഹ് റബ്ബേ, നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, ആ സദഖ നീ സ്വീകരിക്കണേ റബ്ബേ. ഓരോ കിൻഡൽ കൊടുക്കാൻ തയ്യാറുള്ളവർ 1 കിൻഡൽ, 5 കിൻഡൽ കൊടുക്കാൻ തയ്യാറുള്ളവർ 5 കിൻഡൽ വേഗം പറയണമൊക്കെ ഇത് പൂർത്തിയാക്കണം. അപ്പൊ എത്ര കിൻഡലായി? കടം വീടാനും വീട് പണി തീർന്നു കിട്ടാനും വേണ്ടി ദുആ ചെയ്യാനൊരു സഹോദരി, അതെ ദുആ ചെയ്യണേ എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അല്ലാഹു എല്ലാ ഖൈറും അവർക്ക് പ്രദാനം ചെയ്യട്ടെ. രോഗശമനത്തിനും തടിക്ക് ആഫിയത്തിനും ആരോഗ്യത്തിനും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ, മക്കളുടെ രോഗം മാറാനും കടം വീടാനും ദുആ ചെയ്യാൻ, രക്തക്കുറവ് കാരണം സ്ഥിരമായി ഗുളിക കഴിക്കുന്ന മകളുടെ അസുഖം സുഖപ്പെടാൻ, അല്ലാഹുവേ ആ മകളുടെ രോഗം നീ സുഖപ്പെടുത്തി കൊടുക്കണേ റബ്ബേ. രക്തത്തിന്റെ വിഷമങ്ങളൊക്കെ നീ തീർത്തു കൊടുക്കണേ റബ്ബേ. കുടുംബത്തിലെ എല്ലാവരുടെയും ദീർഘായുസ്സിനും ആഫിയത്തിനും ശരീരവേദന സുഖപ്പെടാനും മക്കൾക്ക് ദുആ ചെയ്യാനും, രോഗം സുഖപ്പെടാനുണ്ട് സഹോദരൻ 1000 ഉറപ്പിക്കുക. അല്ലാഹുവേ, ആ സഹോദരന്റെ രോഗം നീ സുഖപ്പെടുത്തണേ റബ്ബേ. ഭർത്താവിന് വേണ്ടി ആരോഗ്യത്തിനും ആഫിയത്തിനും ജോലിയിൽ ബർക്കത്ത് കിട്ടാനും ദുആ ചെയ്യാൻ, വീടിന്റെ പണി തുടങ്ങാനും ഒരു സഹോദരി 1000 ഉറപ്പിക്കുക. അല്ലാഹുവരുടെ ഉദ്ദേശങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കട്ടെ. എല്ലാ തടസ്സങ്ങൾ എല്ലാം ഞാൻ വായിച്ചോട്ടെ, നമ്മൾ ദുആ ചെയ്യൽ ഇക്കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തും ഇൻഷാ അല്ലാഹ്. എല്ലാ തടസ്സങ്ങൾ നീങ്ങി എനിക്കും ഭർത്താവിനും ഹജ്ജിന് പോകാനും, പുതുതായി തുടങ്ങാൻ ആഗ്രഹിക്കുന്ന കടയിൽ ബർക്കത്തിനും, ഭർത്താവിന്റെ ആരോഗ്യത്തിനും തഖ്വ കിട്ടാനും, ഈമാനോടുകൂടെ മരിക്കാനും, മനസ്സിലുള്ള മറ്റെല്ലാ ഉദ്ദേശങ്ങളും നിറവേറാൻ ദുആ ചെയ്യാൻ, മഖാമിന് വേണ്ടി സംഭാവന ഒരു ഖാദില, അല്ലാഹുവേ സ്വർണം നീ ആ സംഭാവന നീ ഖബൂൽ ചെയ്യണേ റബ്ബേ. ആ സഹോദരയുടെ എല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കി കൊടുക്കണേ റബ്ബേ. ഒരുപാട് വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് എന്റെ മക്കൾക്ക് എത്രയും പെട്ടെന്ന് ഒരു സ്വാലിഹായ സന്താനമുണ്ടാവാൻ, മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാനും ഒരു സഹോദരി, ഒരു സഹോദരി പള്ളിക്ക് സംഭാവന, ഒരു സ്ത്രീ പള്ളിക്ക് സംഭാവന, അങ്ങനല്ലേ പള്ളിക്ക്, അങ്ങനല്ലേ പള്ളിക്ക് സംഭാവന. അപ്പൊ പള്ളിക്ക് എടുക്കാവും. ഉപ്പാന്റെയും ഉമ്മായുടെയും ഭർത്താവിന്റെയും ഖബറിലേക്ക് വേണ്ടി ദുആ ചെയ്യാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരന്റെ മാതാപിതാക്കളുടെ ഖബറിടം അല്ലാഹു വെളിച്ചമാക്കി കൊടുക്കട്ടെ. ഒരു സ്ത്രീ 1 കിൻഡൽ കമ്പി പള്ളിക്ക് വേണ്ടി സംഭാവന. 500 ഇവിടെ കാണുന്നില്ല കേട്ടോ. അതല്ല, അത് വേറെ ലിസ്റ്റ്, അത് വേറെ ലിസ്റ്റ്. ആ ലിസ്റ്റ് കണ്ടേ, ആ ലിസ്റ്റ് കണ്ടത് അഷ്റഫാജി, ഇതാ ഈ കവറാണ്. ആ ലിസ്റ്റ് കണ്ടത്, ആ ലിസ്റ്റ് കൊണ്ട് തരിക, അത് വേറെ ലിസ്റ്റാണ്. നിങ്ങളെ കയ്യിൽ ഞാൻ തന്ന കവറാണ് പള്ളിക്ക് 500. ഒരു സ്ത്രീ 1 കിൻഡൽ കമ്പി പള്ളിക്ക് സംഭാവന, വീടിന്റെ പണി പൂർത്തിയായി കിട്ടാൻ വേണ്ടിയും കടങ്ങൾ വീടാൻ വേണ്ടിയും ദുആ ചെയ്യാൻ, കുടുംബ ജീവിതം സുഖകരമാവാൻ വേണ്ടി ദുആ ചെയ്യാൻ, മരിച്ച ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാൻ. ഈ സ്ത്രീയുടെ അഡ്രസ്സ് പറയണം, ഇതിൽ യാതൊരു അഡ്രസ്സും കാണുന്നില്ല. ഒരു സഹോദരി, അർഹമുർറാഹിമീനായ റബ്ബേ, അല്ലാഹുവേ അവരുടെ സർവ്വ ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കി കൊടുക്കണേ റബ്ബേ. വീടിന്റെ പണി പൂർത്തിയാക്കി കുടുംബത്തോടൊപ്പം അതിൽ കഴിഞ്ഞുകൂടാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അതേപോലെ എന്റെ മകളുടെ കുട്ടിക്ക് ഹാർട്ടിന് സുഖമില്ല, മലദ്വാരവുമില്ല. പഠിച്ചോനെ, ഞരമ്പിന്റെ ഒരു വലിയ ഓപ്പറേഷൻ കഴിഞ്ഞു. 2 വയസ്സ് പ്രായമായ കുട്ടിയാണ്. 5 കിലോ മാത്രമാണ് തൂക്കം. കുട്ടിക്ക് പല്ല് വന്നിട്ടില്ല, സംസാരിച്ചിട്ടില്ല, ഇരിക്കുകയും നടക്കുകയും ഇതൊന്നും ചെയ്തിട്ടില്ല. ഒരു 3 സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അർഹമുർറാഹിമീനായ റബ്ബേ, 2 വയസ്സ് മാത്രം പ്രായമായ ഒരു കൊച്ചുകുഞ്ഞിനെ നീ പരീക്ഷിക്കുന്നതാ റബ്ബേ ഞങ്ങൾ കേട്ടത്. അല്ലാഹുവേ, ജന്മനാ ഏറെ പ്രയാസം അനുഭവിക്കുന്ന ആ കുഞ്ഞുമോനെ റബ്ബേ, രോഗം സുഖപ്പെടലാണ് ഖൈറെങ്കിൽ നീ സുഖപ്പെടുത്തി കൊടുക്കണേ അല്ലാ. രോഗം സുഖപ്പെടലാണ് ഖൈറെങ്കിൽ നീ രോഗം സുഖപ്പെടുത്തി കൊടുക്കണേ അല്ലാ. പടച്ചോനെ, ഒട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞുകുട്ടിയെ വേദന കൊണ്ട് നീ പരീക്ഷിക്കല്ല അല്ലാ, വേദന കൊണ്ട് നീ പരീക്ഷിക്കല്ല അല്ലാ. റബ്ബനാ, ചെയ്ത ഓപ്പറേഷൻ നീ വിജയത്തിലാക്കി കൊടുക്കണേ റബ്ബേ.
അല്ലാഹുവേ കുട്ടിയൊന്ന് സംസാരിച്ചു കാണാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളുടെ ആഗ്രഹം നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാ. വാഴയിൽ നവാസ് ഗൾഫിൽ നിന്ന് ഉറൂസ് പരിപാടി നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. 2 കിൻഡൽ കമ്പി സംഭാവന. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മുടെ വിദേശ രാജ്യത്ത് നിന്ന് ഈ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരാ. ഇന്നലൊക്കെ എത്ര ആൾക്കാർ നമ്മളെ പരിപാടിയിൽ സഹകരിച്ചു. അൽഹംദുലില്ലാഹ്. ആരുമില്ലല്ലോ, കമ്മിറ്റിക്കാരൻ ചെന്ന് ചോദിക്കുന്നു പേടിക്കണ്ട, ആരെയും പറയുന്നു പേടിക്കണ്ട, ഒന്നുമില്ല. കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ നിന്നിട്ട് ഈ വാല് കേൾക്കുമ്പോൾ ദുആയിൽ പങ്കുകൊള്ളാനായി റബ്ബേ വിദേശത്ത് നിന്ന് ഇങ്ങോട്ട് വിളിക്കാൻ പണം മുടക്കിയിട്ട് ഇങ്ങോട്ടൊരു കോള് ചെയ്യണമെങ്കിൽ ഒരു പക്ഷേ 2, 3, 4 ദിർഹംസ് പോകും അല്ലേ? എന്തായാലും 50 പിൽസ് പോലെ എന്റെ വക 2 കിൻഡൽ കമ്പി ഇന്നാലിന്ന ആളെന്ന് പറയുമ്പോൾ 50 പിൽസ് എന്തായാലും പോലെ. റഹ്മാനായ റബ്ബേ, ഈ പരിപാടിയോടുള്ള സ്നേഹമാണ് റബ്ബേ, ഇവിടെ കിടക്കുന്ന മഹാനോടുള്ള സ്നേഹമാ അല്ലാഹ്. ആ സഹോദരൻ ചെയ്ത സ്വതഖ നീ സ്വീകരിക്കണേ റബ്ബേ, അവരുടെ ഉദ്ദേശം നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാഹ്. വിദേശ രാജ്യങ്ങളിൽ നിന്നും ഈ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾക്ക് നീ അനുഗ്രഹം നൽകണേ അല്ലാഹ്. സ്വലാത്തിന് കാപ്പി വക ഉപ്പാന്റെ നടുവേദന മാറാൻ വേണ്ടി ദുആ ചെയ്യാൻ, ഉമ്മാന്റെ ഖബർ വിശാലമാവാൻ വേണ്ടി ദുആ ചെയ്യാനും ശിഹാബുദ്ദീൻ എന്ന് പറയുന്ന സഹോദരൻ. അല്ലാഹുവേ, സഹോദരൻ ചെയ്ത സ്വതഖ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവരുടെ മാതാപിതാക്കളുടെ റബ്ബേ ഞങ്ങളുടെയും അവരുടെയും ഖബറിടങ്ങൾ നീ വിശാലമാക്കണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. അതേപോലെ മക്കളെ ഹാഫിലായി ആവാൻ ചേർത്തിട്ടുണ്ട്. ഹാഫിലാകാനും മരണസമയത്ത് ഈമാൻ കിട്ടി മരിക്കാനും ദുആ ചെയ്യാൻ ഒരു സഹോദരി ഫിദാ. റഹ്മാനായ റബ്ബേ, നിന്റെ പരിശുദ്ധ ഖുർആൻ മക്കൾ പഠിച്ചു കാണാനാ റബ്ബേ ആ സ്വതഖ ചെയ്തത്. അല്ലാഹുവേ, 2 മക്കളും ഹാഫിലീങ്ങളായി ആ ഉമ്മായുടെ ചാരം എന്നണിയാൻ അത് കണ്ട് സന്തോഷിക്കാൻ ആ മാതാവിന് നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. അവർ ചെയ്ത സ്വതഖയും നീ സ്വീകരിക്കണേ റബ്ബേ. ഒരു സഹോദരൻ ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മരിക്കുന്നതിന് മുമ്പ് ഒരു നോക്ക് സ്വപ്ന ദർശനത്തിലൂടെയെങ്കിലും കണ്ടുകിട്ടാൻ ദുആ ചെയ്യാൻ 5000 ഉറുപ്പിക സംഭാവന. പുണ്യ ഹബീബിനോടുള്ള സ്നേഹം കൊണ്ടാണ്. പഠിച്ച റബ്ബേ, അല്ലാഹുവേ, പലരും പല ഉദ്ദേശവും വെച്ച് ദുആ ചെയ്യാനും പറയാറുണ്ട്. മക്കളുണ്ടാവാൻ, രോഗം സുഖപ്പെടാൻ. റബ്ബേ, ഈ സദസ്സിൽ നിന്റെ ഹബീബിനോടുള്ള മഹബ്ബത്തുമായി ഖൽബ് നിറഞ്ഞിരിക്കുന്ന സഹോദരനാ, പുണ്യ നബിയെ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്നത് റബ്ബേ, അവർക്കതിന് നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ജോലിയുടെ കാര്യത്തിൽ വിഷമിക്കുന്നതിനാൽ ദുആ ചെയ്യാൻ ഒരു സഹോദരൻ പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ട്. അതാ ഈ കവറിലുള്ള കുറെ പൈസ ഇത് എണ്ണി നോക്കി, പല പൈസയും കൂടി ആയിരിക്കും തോന്നണം. നമ്മുടെ വീടിന്റെ പണി വേഗത്തിൽ തീർന്നു കിട്ടാൻ 25 കിലോ അരി നേർച്ചയാക്കിയിട്ടുണ്ട്. അല്ലാഹുവേ, അവരുടെ ആ സഹോദര അല്ലാഹുവേ, ആ കുടുംബത്തിന്റെ വീട് പണി സംബന്ധമായുള്ള കടം നീ വീട്ടി കൊടുക്കണേ റബ്ബേ. ദാ ഈ കവറിൽ എന്തോ പൈസ ഉണ്ടല്ലോ. ഇക്കാക്കയുടെ കടം വീടാനും വീടില്ല അത് ഉണ്ടാവാനും ദുആ ചെയ്യാൻ. അല്ലാഹുവേ, കടമുള്ളവരുടെ കടമൊക്കെ നീ വീട്ടി കൊടുക്കണേ അല്ലാഹ്. മാതാപിതാക്കളുടെ അസുഖങ്ങൾ മാറാനും ഉമ്മക്ക് ഹജ്ജിന് പോകാനും വാപ്പ ഹജ്ജ് ചെയ്തിട്ടുണ്ടാവും എന്നാ വിചാരിക്കണം അല്ലേ. എല്ലാവിധ സാമ്പത്തിക ശാരീരിക പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാനും ദുആ ചെയ്യാൻ. അല്ലാഹുവേ, അവരുടെ സർവ്വ ഉദ്ദേശങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. എന്റെ ഭാര്യ സുഹറയുടെ ആരോഗ്യത്തിന് വേണ്ടി ദുആ ചെയ്യാൻ എൻ അന്ത്രു ഉസ്താദ് 1 കിൻഡൽ കമ്പി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർഹമുർ റഹീമീനായ റബ്ബേ, ആ സഹോദരിയുടെ അല്ലാഹുവേ ശാരീരികമായ വേദനകളും അസ്വസ്ഥതകളും എല്ലാം നീ സുഖപ്പെടുത്തി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പൂർണ്ണമായ ആരോഗ്യം അവർക്കും അവരുടെ കുടുംബത്തിനും ഞങ്ങൾക്കും നീ നൽകണേ അല്ലാഹ്. അതേപോലെ മറ്റൊരു സഹോദരി എനിക്ക് 3 അബോഷനായി പോയി. ഇതൊരു വല്ലാത്ത വിഷമ. ഒരു സഹോദരി 3 തവണ ഗർഭം ധരിച്ചു. 4 മാസം 5 മാസം 6 മാസം ഒക്കെ ആകുമ്പോൾ ഒക്കെ അബോഷനായി പോവുകയാണ്. ഒരു കുഞ്ഞിനെ കിട്ടാൻ ദുആ ചെയ്യാൻ ആ സഹോദരി തന്റെ കയ്യിലുള്ളൊരു മോതിരം നമ്മുടെ വേദിക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബേ, പറഞ്ഞ വേദന വായിച്ച എന്നേക്കാൾ റബ്ബേ അത് പറഞ്ഞ് എഴുതിയ സഹോദരിയുടെ മനസ്സിന്റെ വേദന വായിച്ച എന്നേക്കാൾ അറിയാമല്ലോ റബ്ബേ നിനക്കല്ലാ. ആ വേദനക്ക് നീ പരിഹാരം കൊടുക്കണേ അല്ലാഹ്.
റബ്ബന 3 തവണ നീ പരീക്ഷിച്ച ആ സഹോദരിക്ക് അടുത്ത തവണ റബ്ബേ അനുഗ്രഹം ചെയ്ത ആ സഹോദരിയുടെ വേദനക്ക് പകരം നീ അല്ലാഹുവേ സ്വാലിഹായ മക്കളെ കൊടുത്തവരെ നീ സന്തോഷിപ്പിക്കണേ അല്ലാ, സന്തോഷിപ്പിക്കണേ അല്ലാ. ഒരു സഹോദരൻ മകളുടെ രോഗം മാറാൻ 1 ചാക്ക് സിമന്റിന്റെ പൈസ കൊടുത്തിട്ടുണ്ട്, മോളുടെ രോഗം സുഖപ്പെടാൻ. അല്ലാഹുവേ ആ സഹോദരിയുടെ മകളുടെ രോഗം നീ സുഖപ്പെടുത്തണേ റബ്ബേ. റമീസ് നമ്മളെ ഗഫാർ ഖാന്റെ മകൻ മഞ്ഞപ്പിത്തമായി കിടക്കണം, അല്ലാഹു രോഗം സുഖപ്പെടുത്തി കൊടുക്കട്ടെ. എന്റെ മക്കൾക്ക് വിവാഹാലോചനകൾ 2-3 വന്നു, ഒന്നും ശരിയാകുന്നില്ല. പെട്ടെന്ന് ശരിയാവാൻ ദുആ ചെയ്യാൻ 500 രൂപ. അല്ലാഹുവേ ഖൈറായ ബന്ധം നീ അടുപ്പിച്ചു കൊടുക്കണേ അല്ലാ. കിണവക്കലിലെ അബ്ദുറഹ്മാൻ എന്ന യുവാവിന് ബ്ലഡ് ക്യാൻസർ ആയിട്ട് ചികിത്സയിലാണ്, രോഗശമനത്തിന് വേണ്ടി ദുആ ചെയ്യാൻ. അല്ലാഹുവേ ആ സഹോദരന്റെ രോഗം നീ സുഖപ്പെടുത്തി കൊടുക്കണേ റബ്ബേ. ഭാര്യയുടെ ഹാർട്ടിന്റെ ബ്ലോക്ക് ഓപ്പറേഷൻ ഇല്ലാതെ സുഖപ്പെടാൻ 2001 റബ്ബേ ആ സഹോദരിയുടെ രോഗം നീ സുഖപ്പെടുത്തണേ അല്ലാ. ഗൾഫിലുള്ള ഒരു സഹോദരൻ പ്രത്യേകം ദുആ ചെയ്യാൻ 1 കിൻഡൽ കമ്പി. അല്ലാഹുവേ ആ സഹോദരന്റെ നിയ്യത്ത് നീ പൂർത്തിയാക്കി കൊടുക്കണേ റബ്ബേ. ആ ചെയ്ത സ്വതഖ നീ സ്വീകരിക്കണേ അല്ലാ. വിദൂരതയിൽ നിന്ന് ആ സ്വതഖ ഞങ്ങളെ വിളിച്ചറിയിച്ച സഹോദരൻ റബ്ബേ നീ എല്ലാവിധ ഖൈറും പ്രദാനം ചെയ്യണേ അല്ലാ. മരിച്ചുപോയ ഉപ്പാക്ക് വേണ്ടി ഉമ്മായുടെ കാലിന്റെ അസുഖം സുഖപ്പെടാനും ദുആ ചെയ്യാൻ ഷക്കീർ എന്ന് പറയുന്ന സഹോദരൻ ഭർത്താവിന്റെ കച്ചവടത്തിൽ ബർക്കത്തുണ്ടാവാൻ വേണ്ടിയും മക്കൾ സ്വാലിഹീങ്ങളായി തീരാനും ദുആ ചെയ്യാനും ദീർഘായുസിന് ദുആ ചെയ്യാനും ഒരു സഹോദരി 2000 രൂപ സംഭാവന. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ സ്വതഖ നീ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ സഹോദരിയുടെ ഉദ്ദേശങ്ങളൊക്കെ നീ നിറവേറ്റണേ റബ്ബേ. പേര് വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ മകന്റെ ദുസ്വഭാവം മാറിക്കിട്ടാനും കച്ചവടത്തിൽ ബർക്കത്തുണ്ടാവാനും 25000 രൂപ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുവേ ഏറെ വ്യസനത്തിലാണ് ആ കുടുംബം റബ്ബേ. മകന്റെ ദുസ്വഭാവം കാരണം ഏറെ വിഷമത്തിലാണ്. അല്ലാഹ് ആ ദുസ്വഭാവം വലിച്ചെറിഞ്ഞ് സൽസ്വഭാവിയായി തന്നെ മാതാപിതാക്കളോടൊപ്പം സന്തുഷ്ടമായി ജീവിക്കാൻ ആ ചെറുപ്പക്കാരന് നീ തൗഫീഖ് നൽകണേ അല്ലാ. ആ പിതാവിന്റെ ഇടനെഞ്ചിന്റെ വേദനക്ക് നീ പരിഹാരം നൽകണേ അല്ലാ. ആ മകനെ നീ സ്വൽസ്വഭാവിയാക്കണേ അല്ലാ. എന്റെ ഭർത്താവ് ഗൾഫിലാണ്, കൊളസ്ട്രോൾ കൂടുതലാണ്. ഭർത്താവിന്റെ ദീർഘായുസിന് വേണ്ടി ദുആ ചെയ്യണം. ജോലിയിൽ ബർക്കത്തുണ്ടാകാനും 4446 രൂപ. ഹമുറാഹിമീനായ റബ്ബേ. അല്ലാഹുവേ ആ സഹോദരന്റെ രോഗം നീ സുഖപ്പെടുത്തണേ റബ്ബേ. അല്ലാഹുവേ ആ സഹോദരി ചെയ്ത സ്വതഖ നീ സ്വീകരിക്കണേ അല്ലാ. റബ്ബനാ ദീർഘകാലം തന്റെ ഭർത്താവിനോടൊപ്പം സന്തുഷ്ടമായി കഴിഞ്ഞുകൂടാൻ ആ സഹോദരിക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. 6-ാം മാസത്തിൽ ഫാത്തിമ എന്ന മകളുടെ തലച്ചോറിന് പനി ബാധിച്ചു രോഗം കാരണം 4 കൊല്ലമായി കിടപ്പിലാണ്. മകളുടെ രോഗശമനത്തിന് ദുആ ചെയ്യാൻ 1 കിൻഡൽ കമ്പി. മഖാമിന് വേണ്ടി സംഭാവന സുനീറ അബ്ദുൽ ലത്തീഫ്, നമ്മുടെ ആവുട്ടേജിയുടെ മകളാണ്. ആ മകൾക്കൊരു കുട്ടിയുണ്ട്. ഒരു പരീക്ഷണമാണ് ആ കുടുംബത്തിന്. ഞാനും ആ കുട്ടിയെ കണ്ടു. പടച്ച റബ്ബ് അല്ലാഹു ആ കുട്ടിയുടെ രോഗം മാറ്റാൻ കഴിവുള്ളവനാ പടച്ച റബ്ബ്. ഏത് രോഗവും മാറ്റാൻ കഴിയുന്നവനാണല്ലോ അല്ലാഹുവേ. പടച്ച റബ്ബേ അല്ലാഹുവേ ആ കുട്ടി വിഷമിക്കുകയാണ് റബ്ബേ. നീ രോഗശമനം നൽകണേ അല്ലാ. റബ്ബേ കുടുംബവും മാതാവും പിതാവും ഒക്കെ ഏറെ വിഷമത്തിലാണ് റബ്ബേ. ആ രോഗം നീ സുഖപ്പെടുത്തി കൊടുക്കണേ അല്ലാ. ഉമ്മാക്കും ഉപ്പാക്കും ഹജ്ജിന് പോകാൻ ദുആ ചെയ്യാൻ മകൻ 1 കിൻഡൽ കമ്പി. ഭാര്യക്കും ഭർത്താവിനും കൈവേദന മാറിക്കിട്ടാൻ ദുആ ചെയ്യാൻ. അല്ലാഹുവേ ഹജ്ജിന് പോകാൻ ആഗ്രഹിച്ച് സംഭാവന ചെയ്തവർക്ക് പരിശുദ്ധ ഹജ്ജ് കർമ്മം ചെയ്യാൻ മക്കയിലെത്താൻ നീ തൗഫീഖ് ചെയ്യണേ റബ്ബേ. അവരുടെ കയ്യിന്റെ വേദന നീ സുഖപ്പെടുത്തി കൊടുക്കണേ അല്ലാ. ഒരു സഹോദരൻ ഉമ്മാന്റെ ആരോഗ്യത്തിനും ആഫിയത്തിനും ദുആ ചെയ്യാൻ 2 കിൻഡൽ കമ്പി. ഉമ്മാനെ തോന കാലം കിട്ടണമെന്ന് കരുതിയിട്ട് ദുആ ചെയ്യാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരിക്ക് ദീർഘായുസ്സ് അല്ലാഹു കൊടുക്കട്ടെ. മകൻ ചെയ്ത സ്വതഖ അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഞാൻ എല്ലാവരും ഒന്ന് അടുത്തേക്ക് കയറി ഒഴിഞ്ഞ സീറ്റിക്കൊക്കെ കയറി ദുആ ചെയ്യാൻ പോവാം. ഒന്ന് അടുത്തേക്ക്. അതിനടുക്കങ്ങളോടൊരു കാര്യം, മുസ്തഫ എന്ന് പറയുന്നൊരു സഹോദരൻ സ്ഥിരമായി മട്ടന്നൂരിലെയും അതേപോലെ ഇവിടുത്തെയൊക്കെ മാസാന്ത സ്വലാത്തുകളിൽ പങ്കെടുക്കുന്ന ഒരു സഹോദരനാണ്. ആക്സിഡന്റായി കിടപ്പിലാണ്. ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു
വിസയിൽ പോയി തിരിച്ചു വന്നു, ഉദ്ദേശിച്ച ജോലി കിട്ടിയിട്ടില്ല, ദുആ ചെയ്യണം. മരണപ്പെട്ട ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യണം. വീട്ടിലുള്ള എല്ലാ വിഷമങ്ങളും തീരാൻ ദുആ ചെയ്യണം. 1000 ഉറുപ്പിക സംഭാവന. അല്ലാഹു സുബ്ഹാനഹു വ തആല മകന് ഖൈറായ ജോലി അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. മരിച്ചവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. നമ്മൾ കുറച്ച് ദിക്ർ ചൊല്ലിയിട്ടുണ്ട് ദുആക്കാൻ. എന്നിട്ട് നമ്മൾ ദുആ ചെയ്ത് നമ്മൾ പിരിയാം. ഇൻഷാ അല്ലാഹ് നാളെ മുതൽ പ്രഗത്ഭരായ പണ്ഡിതന്മാർ. ഇതിപ്പോ തുടക്കത്തിലാവുമ്പോ എന്താ ചെയ്യാറ് നിങ്ങൾ? തുടക്കത്തിൽ ഏത് ചൂട് പിടിക്കാൻ ചൂട് പിടിപ്പില്ലേ? തുടക്കത്തിൽ അടുപ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അടുപ്പറിയാമോ? ഏടറിയണം. ഗ്യാസ് അടുപ്പറിയാം. ഗ്യാസ് അടുപ്പല്ലേ, വിറക് വെക്കാൻ അടുപ്പുണ്ട്. നിങ്ങൾ തീ പിടിപ്പിക്കണ സമയത്ത് തന്നെ ആദ്യം വലിയ പുള്ളി കൊണ്ടുപോയി വെക്കൂല. വലിയ കുള്ളി കൊണ്ടുപോയി വെച്ചാൽ കത്തൂല. ആദ്യം ചില ഓലക്കുടിമലാണ് തീ പിടിപ്പിക്കുക. എന്നിട്ട് പിന്നെ അതിനോട് കൂടെ വേറെ ഓലക്കൊടിയൊക്കെ വെച്ചിട്ട് അങ്ങനെ തീ പിടിച്ച് പിന്നെ അടുപ്പിലേക്ക് വെച്ചില്ലേ. പാല് കാച്ചലിന് ചില സ്ഥലത്തൊക്കെ തീ പിടിക്കല്ലേ. പാല് കാച്ചലിന് മാത്രമല്ല, ഞാൻ എൻ്റെ വീട്ടിൽ പോയ അടുപ്പിൽ ഊതുന്ന ആളാണ്. നിങ്ങളോട് പറഞ്ഞതേ, വീട്ടിൽ ഞാൻ അടുപ്പിൽ ഊതാറുണ്ട്, തീ കത്തിക്കാറുണ്ട്. സുഖസുന്ദരമായി കറി പാകം ചെയ്യും ഞാൻ. മത്സ്യക്കറി ഞാനും ഉണ്ടാവും. നിങ്ങൾ വിചാരിക്കും വയതുറങ്ങിൻ്റെ ഇടയ്ക്ക് ഇയാൾക്ക് എങ്ങനെ സമയം കിട്ടി? അതൊക്കെ പഠിക്കൽ ആവശ്യമാണല്ലോ. ലോകത്ത് എവിടെ ചെന്നാലും എങ്ങനെ ജീവിക്കണ്ടേ? ഞങ്ങളെ പ്രിയപ്പെട്ട ദാർഹുദായുടെ സെക്രട്ടറി യു ബാപ്പുട്ടി ഹാജി പറയുന്നു, എവിടെ പോയാലും കുടുങ്ങാൻ പാടില്ല, ഏത് സാഹചര്യത്തിലും ജീവിക്കാൻ പഠിക്കണമെന്നൊക്കെ പറയാറുണ്ട്. ഒക്കെ നല്ലതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ജീവിതമൊക്കെ ഖൈറാക്കി തെരുമാറാകട്ടെ. അപ്പൊ നമ്മളിപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇപ്പൊ അടുപ്പിൽ ആദ്യം തന്നെ വലിയ പുള്ളി വെക്കൂല, ചെറുത് വെക്കും. അതിമേലിങ്ങനെ തീ പിടിച്ചു വന്നാൽ പിന്നെ മെല്ലെ അയിലും വലുത് ഇങ്ങനെ വെച്ചു പോകല. അപ്പൊ നമ്മളെ ഉറൂസ് മുബാറക്ക് തുടങ്ങുകയാണ്. തുടങ്ങുമ്പോ ആദ്യം ഒരു ചെറിയ സാധനത്തെ ഉപയോഗിച്ചാണ് തുടങ്ങിയതാണ്, ചൂട് പിടിക്കാൻ വേണ്ടി. 4ാം ദിവസത്തിലേക്ക് കിടക്കുകയാണ് നാളെ. 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ചൂടൊക്കെ അതിഗംഭീരമായി കത്തിച്ചൊലിക്കാൻ തുടങ്ങും. പിന്നെ അപ്പൊ നാളെ മുതൽ ഈ പരിപാടി ഇൻഷാ അല്ലാഹ് ഘനഗംഭീരമായി ഇവിടെ നടക്കുകയാണ്. നാളെ